സോ ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു അവർ ഫസ്റ്റ് പോഡ്കാസ്റ്റ് അല്ലേ? ആദ്യത്തെ പോഡ്കാസ്റ്റ്. അങ്ങനെ തുടങ്ങി. പോഡ്കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കും ഫ്രണ്ട് മൈക്കൊക്കെ വെച്ച് വലിയ സെറ്റപ്പ്, ടേബിളിന്റെ ഫ്രണ്ട്. ഇത് തട്ടിക്കൂട്ട്, മൊത്തം തട്ടിക്കൂട്ട് സെറ്റപ്പ്. അപ്പൊ ആ സെറ്റപ്പിലാണ് നമ്മൾ തുടങ്ങണം ഗൈസ്. അപ്പോൾ ചാനൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ചാനലിന്റെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നേ. അപ്പൊ ചാനലിന്റെ പേര് ദ പോഡ്കാസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ലൈവ് സ്ട്രീമേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ, ഞാനും ഇവനും. അപ്പൊ ഞങ്ങൾ ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ലൈവ് വന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കൊണ പറയും, എന്തിനേലും ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ വായ്ത്താളമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, നടക്കാത്ത കാര്യങ്ങൾ. അതെ. അപ്പൊ ആ ഒരു സാധനത്തിന് കുറച്ച് ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് അതിന്റെ കൂടെ അങ്ങനത്തെ ഒരു ഇതിങ്ങനെ ശീലിച്ച് വന്നപ്പോ ഡെയിലി അത് കാണാനും ആൾക്കാർ വന്നപ്പോഴത്തേക്കിനും നമ്മൾ വിചാരിച്ച് എന്നാ ചില കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും ലൈവിൽ മറ്റേ ഗെയിമിംഗ് ലൈവിൽ ഇരുന്ന് പറയാൻ പറ്റത്തില്ല. ഗെയിമിംഗ് ചാനൽ എന്ന് പേരിട്ടിട്ട് പോണ മാത്രമായി ചാനൽ പോയി. അതെ. ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമല്ല, ഗെയിം കാണാൻ വരുന്നവർ ഇവന്റെ കൊണ കാണണമെന്ന് പറഞ്ഞാൽ അവന്റെ കൊണ തുടങ്ങി. അതെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി ചാനലിൽ അങ്ങനെ ഒരു പേര് വെച്ചത്. അപ്പോൾ ആ പേരിൽ അങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റാക്കി വെച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങള് പോഡ്കാസ്റ്റിലേക്ക് ചിലപ്പം വേറെ ഓഡിയൻസ്, പുതിയ ഓഡിയൻസ് ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മളെ തന്നെ പരിചയപ്പെടുത്താം. അപ്പൊ എന്റെ പേര് ദിലീൻ ദിനേശ് എന്നാണ്. ഞാൻ ഒരു ഗെയിമിംഗ് സ്ട്രീമറാണ്. എന്റെ ചാനലിന്റെ പേര് ഈഗിൾ ഗെയിമിംഗ് എന്നാണ്. അതുപോലെ എന്റെ പേര് ദേവദത്ത് എന്നാണ്. എന്റെ ചാനലിന്റെ പേര് ജർമ്മൻ കണ്ണാപ്പി എന്നാണ്. പേര് സൂപ്പർ. മുഖത്ത് നോക്കി കണ്ണാപ്പി വിളിക്കാൻ വിഷമം വരില്ലേ? സത്യത്തിൽ വെളിയിറങ്ങിയിട്ട് ആൾക്കാർ വന്നിട്ട് കണ്ണാപ്പില്ലേ കണ്ണാപ്പി, ഞാനൊരു അച്ഛന്റെ അമ്മയുടെ കൂടെ പോകുമ്പോ കണ്ണാപ്പി എത്ര വിളിച്ചിട്ടുണ്ടോ അന്നിപ്പോ വീട്ടിൽ തൊട്ട്. അതൊന്നല്ലേ നമ്മള് മെമ്മോയിലൊക്കെ ട്രെയിനിലൊക്കെ ടിക്കറ്റ് എടുത്ത് കയറല്ലോ, ഇപ്പൊ ജനറലിലൊക്കെ കയറിയിട്ട് നമ്മള് നല്ല ഇടിയായിരിക്കുമല്ലോ. അതിന്റെ ഇടയ്ക്ക് കണ്ണാപ്പി അതവൻ അക്സെപ്റ്റും ചെയ്തു. അതെ ഞാൻ കണ്ണാപ്പി ചെയ്ത് ആദ്യമായിട്ടായിരിക്കും ആ പേരൊരാൾ പ്രൗഡായിട്ട് കേൾക്കുന്നത്. ഓരോരുത്തർ കമന്റ് ബോക്സ് കണ്ണാപ്പി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവര് തിരിച്ചു ഞാൻ ഇതൊക്കെ കേട്ടോണ്ട് നീട്ട പേരല്ലേ നീ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മളെ രണ്ടുപേരുടെയും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമ്മള് ചാനൽ തുടങ്ങിയ ഒരു കാര്യം അതിലേക്ക് വന്ന കഥ പറയാം. മെയിനായിട്ട് ഈ ഗെയിമിംഗ് ചാനലിൽ ഇരുന്ന് അധികം ഇങ്ങനത്തെ കൊണ പറയണത് ശരിയല്ല. നമ്മളാണെങ്കിൽ കുറെ നാളായിട്ട് വിചാരിച്ചിരിക്കുവായിരുന്നല്ലോ ഈ പറയണത് പോലെ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ വെക്കണം. നമ്മുടെ ഒരു പണ്ടത്തെ ഒരു കുറെ നാൾ മുമ്പത്തെ ഒരു പ്ലാനും ആയിരുന്നു. അതെ. ഒരു ദിവസം നമ്മൾ എല്ലാവരുടെ അടിച്ചു കിണ്ടിയായിട്ട് അങ്ങനെയല്ലോ. അന്നത്തെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി അടിച്ചിരുന്നിട്ട് നാളെ തന്നെ രാത്രി ആമസോണിൽ നിന്ന് ക്യാമറ ഒക്കെ ഓർഡർ ചെയ്ത് ബൈക്ക്, അന്ന് ഓർഡർ ചെയ്ത് വെച്ച ബൈക്ക് കേട്ടോ. അഡ്വാൻസ് കൊടുത്ത് രാവിലെ ആയപ്പോ പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു ഷൂട്ടിന് ഒന്ന് താഴേക്ക്. ചാനലിന്റെ കാര്യം പറഞ്ഞത് എനിക്കൊരു വ്ളോഗ് ചാനലുണ്ട്. അതിന്റെ പാസ്വേഡ് ഞാൻ 5 മാസം മുമ്പേ മറന്നുപോയി. അതാ പറഞ്ഞ അതിന്റെ കാര്യം പറഞ്ഞു വ്ളോഗ്. അതിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പോയി. അതേതോ വഴിക്ക് പോയി. റിക്കവർ ഒക്കെ ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ആൾക്കാർ ഇപ്പൊ വിചാരിക്കുന്ന മടിയാണെന്ന്. എന്റെ മടി കാരണം മറന്നുപോയത്, തിരിഞ്ഞു നോക്കാതെ പോയത്. പിന്നെയാണ് നമ്മള് പോഡ്കാസ്റ്റ് എന്നുള്ളൊരു പ്ലാൻ. അത് പ്ലാൻ അല്ല, നമ്മുടെ ലൈവ് സ്ട്രീമിന്റെ ഇടയ്ക്ക് തുടങ്ങിയ ഒരു പ്ലാനാണ്. അതെ. നമ്മുടെ 24 hours ഇടയ്ക്കാണ് ഫസ്റ്റ് 24 hours ഇടയ്ക്ക് നിന്നെ ഞാൻ വിളിച്ച സമയത്ത് നീ വന്നിട്ട് ഇതുപോലെ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അപ്പൊ നമ്മള് അത്രയും നേരം ഞാൻ ഒരുമാതിരി മറ്റേ 2K 3K വാച്ചുകളൊക്കെ സ്ട്രീം ചെയ്തോണ്ടിരുന്നപ്പോ പെട്ടെന്ന് 6000 ആയി 7000 ആയി. അല്ല ലേറ്റ് നൈറ്റ് അല്ല, രാവിലെ പകല. എന്നിട്ട് നമ്മൾ ഈ പറയണത് പോലെ അന്ന് നമ്മുടെ കുറച്ച് ക്ലിപ്സ് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കുറച്ച് ക്ലിപ്സ് ഗൈസ് ഈ പറയണത് പോലെ നല്ല വൈറലായിരുന്നു. നമ്മളിപ്പം വലിയ ക്യാമറമാനെ വിളിച്ചത് നമ്മുടെ ക്യാമറ DSLR ലൈറ്റിംഗ് ഇതൊക്കെ സെറ്റപ്പ് ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടാ അതിനുള്ളൂ. സെയിം സാധനം ഉണ്ടല്ലോ, ഒരുത്തം കട്ട് ചെയ്ത് ഒരു BGM കൂടെ കയറ്റി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ
മില്യൺസ്. അത് ഇത് സത്യം. എങ്ങനെ അടിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് ആ അൽഗോരിതം മനസ്സിലായിട്ടാ. നമ്മൾ എന്തിട്ടാലും നമുക്ക് കിട്ടില്ല. വേറെ നമ്മുടെ ഒരു ബീജം കേട്ടിട്ട് കഴിഞ്ഞാൽ അത് 100K കൺഫേം. നമ്മുടെ പ്രൊഫൈലിലുള്ള വീഡിയോ അതേപോലെ പാട്ട് മാറ്റി ഇതൊക്കെ എങ്ങനെ കിട്ടണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ എന്നിട്ട് മെയിൻ ഒരു കാര്യം പറഞ്ഞ ഇത് പറഞ്ഞപ്പോഴുള്ള ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടാ. നമ്മുടെ ഈ ലൈവിൽ നിന്ന് ആൾക്കാര് മറ്റേ എന്റെ റിയാക്ഷൻസ് ഒക്കെ കട്ട് ചെയ്തിടുമല്ലോ, അപ്പൊ എന്നെ കുറെ പേർക്ക് ഈ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ കണ്ട് തൊലിക്കുന്ന അങ്ങനെയൊക്കെ പറയണം. മറ്റേ ഫേസ്ബുക്കിലൊക്കെ കമന്റ് ഒക്കെ എന്റെ വീഡിയോ കണ്ട കമന്റ് വായിച്ച മോനെ ജീവിതം ഇല്ലാണ്ടായി പോകും. ഞാൻ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് പബ്ജി ലോഗിൻ ചെയ്യാൻ വേണ്ടിട്ട്, മനസ്സിലായി? അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ 5 വർഷം മുമ്പേ മറന്നു അതെല്ലാരും. പിന്നെ ഞാൻ അത് യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ പബ്ജിക്ക് അത് ലോഗിൻ ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ അത് ട്വിറ്റർ ആയപ്പോഴത്തേക്ക് പിന്നെ അതിലോട്ട് മാറി. അത് കഴിഞ്ഞപ്പോ ഫേസ്ബുക്ക് കംപ്ലീറ്റ് കളഞ്ഞു. അതിനകത്ത് ആൾക്കാരുടെ കമന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മോനെ എന്റെ പറയാം മറ്റേ ഈ താറാവ് തൊലിയൻ എന്തിനിരിക്കും തൊലി. ഞാനുണ്ട് ഇതുപോലെ ഓരോ ഡിസ്കോഡ് ട്രോൾസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ അവന്റെ ഒരു കാണാം താറാവിന്റെ സിംബല്. ഇതൊക്കെ എന്റെ പേരുള്ള താറാവ് തൊലി. ഞാൻ ചിരിക്കുമ്പോ താറാവിന്റെ ശബ്ദമാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ പറ്റി കുറെ അങ്ങനെ കണ്ടു. ഒരു ദിവസം ഞാൻ ഡിപ്രഷൻ അടിച്ചപ്പോ അവളിങ്ങനെ പറഞ്ഞ് ഇതൊന്നും എടുത്ത് നോക്കരുത്, ഇതൊക്കെ വല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരും നമ്മുടെ റീച്ചാ. സത്യം. കാരണം ഇവരൊക്കെ നമ്മുടെ കണ്ടന്റ് ഇടുന്നോണ്ടാണ് നമുക്ക് ഒരു റീച്ച് കൂടെ കിട്ടുന്നത്. നമ്മളെ നാളെ അറിയുന്നത് ഇവര് മെയിൻ ആയിട്ടാണ്. സത്യം. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്ന വെച്ചാൽ എന്താടാ, ഇത് കുറെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ ആണ്ടിൽ ഒരിക്കലായിരിക്കും ഡിസ്കോ ട്രോൾസ് നോക്കുന്നത്. അതില് ഒരു 50 റീല് കാണുമായിരിക്കും. അത് ഒരു 50 ദിവസം ഓടും, മനസ്സിലായോ? ഈ 50 ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത ഞാൻ ഡിസ്കോ ട്രോൾസ് വരുന്നത്. അപ്പൊ വീണ്ടും അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അതിൽ ചില വീഡിയോസ് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അതായത് ചില ആൾക്കാരൊക്കെ കഴിവുള്ള ആൾക്കാരുടെ വീഡിയോ നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നല്ല വ്യൂസ് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. മറ്റേ അണ്ണൻ രക്ഷപ്പെടുത്തി ആ പയ്യനുണ്ട്. പിന്നെ അങ്ങനെ കുറെ പേരുണ്ട്. നമ്മൾ രക്ഷപ്പെടുത്തിയെന്ന് പറയാൻ പറ്റത്തില്ലടാ, നമ്മൾ ത്രൂ രക്ഷപ്പെട്ട ഒരാളെന്ന് പറയാം. നമ്മളൊരു ഇനിഷ്യൽ എക്സ്പോഷർ കൊടുത്തു. അതിപ്പം കുറെ പേര് ആ പയ്യനൊക്കെ കുത്തിയിരുന്ന് വരച്ചിട്ട് അവനൊന്നും ഒരു എക്സ്പോഷറും കിട്ടിയിട്ടില്ലായിരുന്നു. അവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്തതിന് ശേഷം നല്ല പോർഷ് വരെ വന്ന് കമന്റ് ഇട്ട്, പോർഷ് ഒഫീഷ്യൽ വരെ വന്ന് കമന്റ് ഇട്ടാ. അതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അങ്ങനെ കുറെ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് അതിൽ നിന്നൊരു സന്തോഷം കിട്ടി തുടങ്ങിയത് കുറെ ആൾക്കാർ പാട്ട് പാടിയവരായിക്കോട്ടെ, വരയ്ക്കുന്നവരായിക്കോട്ടെ, അങ്ങനെ കുറെ പേര് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടവരൊക്കെ എന്നെ മെൻഷനും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇന്റർവ്യൂ ഒക്കെ കിട്ടുമ്പോ അന്ന് ഈഗിൾ ഗെയിമിംഗ് ഇതുപോലെ ചെയ്തായിരുന്നു, അങ്ങനെയാണ് ഇത് വൈറൽ. അത് കേൾക്കുമ്പോ എനിക്കൊരു സന്തോഷമാണ്, മനസ്സിലായത്? അത് നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് എന്തിനാണ് ശരിക്കും? സാർ പറഞ്ഞത് എന്തിനായിരുന്നു നമ്മൾ എന്തിനൊക്കെ പറഞ്ഞത്? എന്തിനൊക്കെ പറയണേ? എടാ അല്ല, നമ്മൾ എന്തിനായിരിക്കും അത്? അല്ല നമ്മള് ഇപ്പം നമ്മൾ പറഞ്ഞു ഗെയിമിംഗ് ചാനലില് നമ്മള് ഇങ്ങനെ എല്ലാം കൂടെ വാരി വലിച്ചിടാൻ പറ്റത്തില്ല, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മളല്ല പോഡ്കാസ്റ്റ് തുടങ്ങിയുള്ള കഥയാണ് നമ്മൾ പറഞ്ഞു. കഥ പറഞ്ഞങ്ങ് എവിടെയോ എത്തി. നമ്മളിനി കഥയിലോട്ട് തിരിച്ചു വരാം. അപ്പൊ അങ്ങനെ ഞങ്ങള് കണ്ണാപ്പി അന്ന് വന്നപ്പോ ആ ഒരു ഇന്ററാക്ഷൻ നടന്നപ്പോ അവിടുന്ന് വീഡിയോ വൈറലായതിലോട്ടാണ് നമ്മൾ പോയത്. അപ്പം കണ്ണാപ്പി വന്ന് ഇതുപോലെ ഇന്ററാക്ഷൻ ഒരു സെക്ഷൻ വെച്ചപ്പം എല്ലാവർക്കും കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട്. അതെ, കുറെ പേര് സജഷൻ ആയിട്ട് കുറെ ബ്രോ ഇന്ന ടോപ്പിക്ക് സംസാരിക്കുക, അത് സംസാരിക്കണം, ഇത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ പിന്നെ എനിക്കൊരു ഇൻഡിവിജ്വൽ കോണയുണ്ട് എല്ലാ ദിവസവും എന്റെ ലൈവില്. അപ്പൊ ഇവനും എനിക്ക് കമ്പാരിറ്റീവ്ലി ഞങ്ങൾ ഗെയിം കളിക്കുന്ന കൂട്ടത്തില് TV എന്നാണ് ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര്. അതില് ഈ പറയണ പോലെ ഇവൻ അതിൽ കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇവനെന്ന് പറഞ്ഞാൽ സ്ട്രീം ചെയ്യാൻ മടിയാണ്. അപ്പൊ വെറുതെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് പൈസ അതാണ് ഈ അൾട്ടിമേറ്റ് ഇവന്റെ അൾട്ടിമേറ്റ് എയിം അതാണ്. അല്ലല്ലേ എന്റെ പിന്നാലെ ഞാൻ ഇങ്ങനെ ഈ കസേര ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും, ഇങ്ങനെയൊക്കെ കൈ ഇങ്ങനെ പൈസ ഇങ്ങനെ വന്നോണ്ടിരിക്കണം. ഇതാണ് എന്റെ ജീവിതാഭിലാഷം. ഇതാണ് ചില്ലറ കുഴപ്പമില്ല, ഒന്നും ചെയ്യരുത്. ഞാൻ ഒന്നും ചെയ്യരുത്. രാവിലെ 3 നേരം ആഹാരം തിന്നാൻ പോകുമ്പോ ബാലൻസ് ഇല്ലെന്ന് പറയുന്നത്. ബാലൻസ് ഇല്ലെന്ന് പറയുന്നത് അതല്ലേ നിന്റെ അൾട്ടിമേറ്റ് എയിം. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാലാണ് നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ ചെന്നിരിക്കുക, നമ്മള് മെനു കാർഡ് നോക്കാതെ ഫുഡ് ഓർഡർ ചെയ്യണം. മെനു കാർഡ് നോക്കാതെ ഫുഡ് ഓർഡർ ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ മെനു കാർഡ് നോക്കാതെ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അയ്യോ അങ്ങനെയല്ല, മെനു കാർഡിലെ പ്രൈസ് നോക്കാതെ ഓർഡർ ചെയ്യാൻ പറ്റണം. അത്
അങ്ങനെയൊക്കെ വളരണമെങ്കിൽ വേറെ ലെവലിലൊക്കെ വളരണോടാ. നമുക്ക് ഒരു പണിയില്ലാതെ എനിക്ക് അത് പോസിബിൾ അല്ല. വെറും അതൊക്കെ റീൽസ് ജീവിതം, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങള് ഈ ഒരു ചാനലിലോട്ട് വന്ന ഒരു വഴി ശരിക്കും പറഞ്ഞാൽ വന്നതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഗെയിമിംഗ് ചാനലിൽ നിന്ന് മാറി നമ്മൾ ഇങ്ങോട്ട് ഒരു പുതിയൊരു ചാനലില് പിന്നെ മേലനങ്ങാതെ പൈസ ഉണ്ടാക്കാനുള്ള പുതിയൊരു തന്ത്രം, പുതിയൊരു മാർക്കറ്റ്. അതായത് എപ്പോഴും ലൈവായിട്ടിരുന്ന് ചെയ്യുന്നതിലും നല്ല, അല്ലാതെ ഓഫ്ലൈനിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആഗ്രഹം, അങ്ങനത്തെ ഒരു രീതിയിൽ കൊണ്ടുവന്നതാണ്. ആൻഡ് ഇതില് നമ്മൾ മെയിൻലി ഗൈസ് നിങ്ങളിതൊരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണരുത്. കാരണം ഞങ്ങൾ ഇതിനെ പോഡ്കാസ്റ്റ് എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിലും ഇതിനെ നിങ്ങളൊരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണരുത്. കാരണം പോഡ്കാസ്റ്റ് ഒക്കെ കമന്റ് അല്ല, പോഡ്കാസ്റ്റ് നീ എന്തിന് പേരിട്ടു? അതാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഇതൊരു ഫൺ, ഇത് അല്ല അങ്ങനല്ലേ ഉദ്ദേശിക്കുന്നത്. എല്ലാരും കണ്ടുവന്ന ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു രീതി ഭയങ്കര സൗണ്ട് എഫക്ട്, മറ്റേ മലയെന്ന് പറയുമ്പോൾ മല മേളിൽ കാണിക്കണം. അല്ല അതൊക്കെ നമ്മളും കാണിക്കാം, അത് പറയരുത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുള്ള പോഡ്കാസ്റ്റ് എന്ന് പറയണത് വേറെ, ചിലപ്പം ലൈക്ക് ഒരു മാറ്റർ എടുക്കുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു, നമ്മളും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കാഷ്വൽ ആയിട്ട് അങ്ങനെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ആധികാരികമായി സംസാരിക്കാൻ നമുക്ക് എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മള് ഇപ്പൊ നിങ്ങളെ ഫ്രണ്ടോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ടോപ്പിക് എടുത്തിരുന്നു, ഓക്കെ, ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ രണ്ടുപേരും എങ്ങനെ സംസാരിക്കും, അതുപോലെ സംസാരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പം ഒരു പോഡ്കാസ്റ്റിന്റെ സീരിയസ്നെസ്സിലേക്ക് ചിലപ്പോൾ ഞങ്ങൾ പിന്നീടൊക്കെ വരുമായിരിക്കും ഇത് കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ. മനസ്സിലായോ? നമ്മൾ ചിലപ്പോൾ അഡാപ്റ്റീവ് ആവും. എന്റെ മോൻ നോക്കിട്ട് സീരിയസ് ആവും. എനിക്ക് നിന്റെ മോൻ നോക്കിട്ട് ചിരിയേ വരുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കണേ. അപ്പം ലൈക്ക് കുറച്ചൊക്കെ കഴിയുമ്പോ കുറച്ചുകൂടെ കഴിയുമ്പോ ഞങ്ങൾ ചിലപ്പം പോഡ്കാസ്റ്റ് അല്ല, നമ്മളിപ്പോ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴായിരിക്കുമല്ലോ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുന്നതും ബാക്കിയൊക്കെ അല്ലേ. നമ്മള് ഒരു തുണിക്കച്ചവടം തുടങ്ങിയ അടുത്ത ദിവസം ആരൊക്കെ ഏതൊക്കെ തുണിക്കടയിൽ എന്തൊക്കെ വിൽക്കുന്നു, അവന് കച്ചവടം കൂടാനുള്ള കാര്യം അതാ പറഞ്ഞത്. അവന് കച്ചവടം കൂടാനുള്ള കാര്യം എന്താ നമ്മൾ അന്വേഷിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ചേഞ്ചുകൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ബഡ്ഡിങ് സ്റ്റേജ് ആസ് എ പോഡ്കാസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ബഡ്ഡിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ പഠിച്ചു വെക്കണം. ഈ പോഡ്കാസ്റ്റ് ഊച്ചാളികളെ പോലെ സംസാരിക്കരുത്, അടിച്ച്. അപ്പൊ നമ്മള് അങ്ങനെ ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ നിന്ന് വരുന്ന പോഡ്കാസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാവും. പിന്നെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാല് കുറച്ച് ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുവരണം. ഞങ്ങൾ ഈ സെറ്റപ്പ് നിങ്ങൾ നോക്കണ്ട. ഇത് ഞാൻ അപ്പൊ നമ്മള് പോഡ്കാസ്റ്റിൽ ഇനി ഗസ്റ്റ് ഒക്കെ വരുന്നതിനനുസരിച്ച് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ സോഫ ബുക്ക് ചെയ്യണം. അതെ, ആദ്യം 10 പേര് ഈ വീഡിയോ കാണുമെന്ന് നോക്കണം. അതാണ് മെയിൻ. എന്നിട്ട് നമുക്ക് അതിനെ പറ്റിയൊക്കെ ആലോചിക്കാം. ഇന്നലെ പോഡ്കാസ്റ്റ് തുടങ്ങാന്ന് പറഞ്ഞപ്പോ മറ്റേ സിനിമ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഒക്കെയാണ് ലിങ്ക് അയച്ചു തന്നത്. അതിലേക്കൊന്നും നമ്മൾ പോണില്ല. നമ്മുടെ ഒരു ബേസിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് കുറച്ച് ഗസ്റ്റുകളൊക്കെ കൊണ്ടുവരണം. അവരുടെ അടുത്തൊക്കെ ഇന്ററാക്റ്റീവ് ആയിട്ട് സംസാരിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ കാര്യങ്ങൾ, അതിനെ പറ്റിയൊക്കെ കുറച്ച് എന്താ പറയാ, ഈ ആധികാരികമായി സംസാരിക്കുന്നതല്ലാതെ അങ്ങനെയല്ലടാ, ആധികാരികമായിട്ട് സംസാരിക്കുന്നതല്ലാതെ കുറച്ച് ഫണ്ട് രീതിയിലൊക്കെ കൊണ്ടുപോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പൊ ഞങ്ങള് ഫ്യൂച്ചർ വീഡിയോസിലൊക്കെ കുറച്ച് ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. സോ ഇതാണ് ഞങ്ങളുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ വി ഗോ. വെൽക്കം ടു പോഡ്കാസ്റ്റ്. അപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ട് വെറുതെ നമ്മളെ ഇൻട്രൊഡക്ഷൻ ചെയ്ത് മാത്രം പോകുന്നതിലൊരു രസമില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിച്ച് തുടങ്ങണം. അപ്പം നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇത്ര നാൾ എന്തിലാ സമയം കളഞ്ഞേ? ഗെയിം കളിച്ച്. അപ്പൊ എല്ലാവർക്കും ഗെയിം നമ്മൾ തന്നെ പറഞ്ഞു, ഗെയിം കളിച്ചു. അതിലൊരു കളി വരുന്നുണ്ട്. ഏത് കളി വരുന്നുണ്ട്? അതെ, അത് ഞാൻ പറയണേ. എല്ലാവരുടെയും ഒരു ചിന്താഗതിയാണ് ഈ ഗെയിം കളിച്ച് നമ്മള് സമയം കളയുക, അല്ലെങ്കിൽ ഗെയിം കളിച്ച് ടൈം വേസ്റ്റിംഗ് ആണ് അങ്ങനത്തെ. പക്ഷെ അതില് ഈ പറയുന്നതിലും കാര്യമുണ്ട്, കാര്യമില്ലായ്മയുണ്ട്, രണ്ടും ഉണ്ട് അതില് ശരിക്കും പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത്ര നാളെ ഞങ്ങളുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രൊഫഷണൽ സ്ട്രീമർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നിന്നെയൊക്കെ അങ്ങനെ വിളിച്ചാൽ നാട്ടുകാർ മറ്റേ നീ നാളെ ടി വി കൂടെ ചെരുപ്പ് കിട്ടുന്നത്
സ്വന്തം വീട്ടിൽ ടി വിക്കകത്തിരുന്ന് കാണുമ്പോഴേ അവൻ ചെരുപ്പ് ഊരി ഇത് റേഡിയോയിലൊക്കെ കേൾക്കുന്ന നിന്നെ അൺസബ് ചെയ്യാം ചിലപ്പോ എപ്പോഴോ സബ് ചെയ്ത് വെച്ചായിരിക്കും അത് കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു സമയത്ത് ഭയങ്കര ഇനാക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ ഞാൻ എന്തായാലും മാക്സിമം ഒരു ദിവസം 2 ദിവസമൊക്കെ ഗ്യാപ്പ് എടുക്കുള്ളൂ. എന്നാലും ഞാനും ഒരു മാസം നിന്റെ ഒരു മാസം അങ്ങനെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് എന്റെ പറഞ്ഞാൽ എനിക്കിതൊക്കെ ചെയ്യുമ്പം എന്റേതായിട്ടുള്ള ഒരു ഞാൻ ഹാപ്പി ആയിരിക്കണം. ഇപ്പൊ നമ്മള് പോഡ്കാസ്റ്റിൽ നമുക്ക് വെറുതെ ക്യാമറ ഓൺ ആക്കിയിരുന്ന് അഭിനയിക്കുന്നത് വേണമെങ്കിൽ അഭിനയിക്കാം. പക്ഷെ നമ്മള് നല്ല മൂഡിൽ ഇരിക്കുന്ന ദിവസം ഞാൻ നിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോഴും ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. ഞാൻ ഓക്കെ അല്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് പ്ലസന്റ് ആയിട്ട് ഇരിക്കുമ്പോഴല്ല നമുക്ക് ഈ കുറച്ച് ആൾക്കാരൊക്കെ എന്റർടൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് എനിക്ക് ഇതും തോന്നിയത്. അപ്പൊ ഈ ലൈവ് ഇടും വരുമ്പോ എന്റെ മനസ്സ് സെറ്റ് ആയിരിക്കണം. ഓ ഇന്ന് ഇതുപോലെ കളിക്കാം. അതാണ് നമ്മുടെ മൈൻഡും ആ ഒരു ഈ മെന്റാലിറ്റി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റുമുള്ള നടക്കുന്ന കാര്യങ്ങൾ. അതാണ് നമ്മൾ ഒരു പ്ലസന്റ് വൈബ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ലൈവ് ഇടാനാണെങ്കിലും എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും നമുക്കൊരു ജോലിക്ക് പോകാനാണെങ്കിലും അങ്ങനല്ലേ ജോലിക്ക് പോകാത്ത പ്ലസന്റ് ജോലിക്കൊക്കെ പോകുന്നവരെ ശരിക്കും പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ എടാ ഇപ്പം 9 to 5 ജോബ് എന്നൊക്കെ പറയണത് അവർക്ക് അവരുടെ യാതൊരു ഇപ്പം ആര് മരിച്ചാലും എന്ത് ഫംഗ്ഷൻ നടന്നാലും അവർക്ക് ചിലപ്പോ പോയേ പറ്റും. അവര് അതൊരു വേറൊരു സെക്ഷനാ. പക്ഷെ നമ്മുടെ എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ നമ്മൾ ലക്കിയാണ്. ലൈക്ക് ഇതിനൊരു റവന്യൂ കിട്ടുന്നത് നമ്മളത് ലക്കിയാണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മളിപ്പം ഇപ്പൊ ഇഷ്ടപ്പെട്ട ഒരാളുടെ നമ്മുടെ കോണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കുമല്ലോ ആൾക്കാർ നമ്മളെ സബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ കാണാൻ വരുമ്പോ അയ്യേ ഇന്നെന്തൊരു ഊളയായിരുന്നു മീൻസ് അതെനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. ഇപ്പൊ ഞാനുണ്ടല്ലോ ഞാനിങ്ങനെ എല്ലാത്തിനും കമന്റ് സെക്ഷൻ നോക്കും ലൈവ് കഴിഞ്ഞാൽ. അപ്പൊ ഇത് നല്ലതാണോ, ആൾക്കാർ എന്ത് ഫീഡ്ബാക്ക് പറയാം, അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഒരാളെങ്കിലും അതിനകത്ത് നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ അത് വെച്ച് അടുത്തിനകത്ത് അത് ഫിക്സ് ചെയ്യണം. അങ്ങനത്തെ രീതിയിൽ ഞാൻ അതെല്ലാരും ഒട്ടുമിക്ക ലൈവ് സ്ട്രീമേഴ്സ് ചെയ്ത് പോകുന്ന ഒരു കാര്യം. അത് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്താലേ ഈ പറയണത് പോലെ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതെന്തായിരുന്നു പോഡ്കാസ്റ്റ് ചെയ്തവരൊക്കെ ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കുന്നല്ലേ. ഇവരൊക്കെ എന്ന് പറയുമ്പോ ഓരോ ടോപ്പിക് എടുത്ത് വെച്ചിട്ട് പുള്ളിയുടെ അപ്പൂപ്പന്റെ ചരിത്രം തൊട്ട് ഇപ്പൊ നടക്കുന്ന പ്രസന്റ് വരെ പറയും. അതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നില്ലേ? നമുക്കിത് ചിന്ത ഞാനൊക്കെ ഉണ്ടല്ലോ ഒരു ഫോണില് OTP വന്ന അത് ആ വെബ്സൈറ്റിൽ അടിക്കണമെങ്കിൽ 5 വട്ടം മിനിമൈസ് ചെയ്യും. 4 അത് 5 വട്ടം മിനിമൈസ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ആദ്യം 4 അടിക്കും. എന്നിട്ട് 5ാമത്തെ അക്ക ശരിയാണോ നോക്കും. സത്യം അടിച്ചാൽ പോലും ക്ലിയർ അടിച്ചാൽ പോലും 5ാമത്തെ വട്ടം മിനിമൈസ് ചെയ്തിട്ട് വീണ്ടും ഇത് ക്ലിയർ ആണോ. എനിക്ക് അത്രയും മെമ്മറി ഉള്ളൂ സത്യം പറഞ്ഞ. അല്ല ഞാനൊരു ചെസ് ചാമ്പ്യൻ ആയിരുന്നു. എനിക്ക് ഇച്ചിരി ബുദ്ധിയൊക്കെ ഉണ്ട്. അതിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ ചെസ് പ്ലെയർ ആവണമെന്നായിരുന്നു. എന്ത് പറ്റിയത് ആവാതിരിക്കാൻ? അപ്പൂപ്പൻ സംഭവിച്ചില്ല. എന്ത് പറ്റി? അപ്പൂപ്പനെ ചെസ് തോപ്പിച്ചു. പിന്നെ അതിന് ശേഷം അപ്പൊ ബോർഡ് വലിച്ചു. ഞാൻ ഇപ്പൊ ഒരു ചെസ് ചാമ്പ്യനായി നിൽക്കേണ്ടവനായിരുന്നു. അയ്യോ എന്തൊരു കഥ. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഇട്ട് തരട്ടെ. അല്ലാണ്ട് സത്യത്തിൽ ഞാൻ ചെസ് ഒരു ബോർഡ് മേടിക്കുന്നവർക്ക് എന്ത് ചെലവുണ്ടായിരുന്നു അന്ന് നമ്മുടെ ആ പ്രായത്തിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ സാഹചര്യം അങ്ങനെ കുറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നീയല്ലേ RFIന് വേണ്ടി വീട്ടിൽ പട്ടിണി കിടന്ന നീയാണോ ചെസ് ബോർഡിന്റെ കണക്ക് പറഞ്ഞത്? അല്ല അത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെസ് ചാമ്പ്യൻ ആയത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെസ് ചാമ്പ്യൻ എന്ന് പറയുമ്പോ അവിടുത്തെ അല്ല ജില്ലയില് 7ാം സ്ഥാനം. ജില്ലയിൽ 7ാം സ്ഥാനം. അതെങ്ങനെ ചാമ്പ്യൻ ആവും? അല്ല അതെങ്ങനെ ചാമ്പ്യൻ ആവുന്നത്? എന്റെ മനസ്സിൽ ഞാൻ ഒരു ചാമ്പ്യൻ തന്നെയാണെന്നാ എപ്പോഴും. നീ ജീവിക്കും കേട്ടോ എവിടാണേലും. അല്ല എന്റെ മനസ്സിൽ ഞാൻ ഒരു ചാമ്പ്യൻ ആണെന്നാ. ഞാൻ അവരുടെ കണ്ണി ഞാൻ 7ാം സ്ഥാനക്കാരുള്ള എന്റെ മനസ്സിൽ ഒരു ചാമ്പ്യനാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ഇപ്പോഴും വീട്ടില്. ആണല്ലേ? അണ്ണാ ജില്ലയിൽ 7ാം സ്ഥാനം. അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജില്ലയിലെ ചെസ്സിനൊക്കെ 7ാം സ്ഥാനം കിട്ടുന്നത്. 7ാം സ്ഥാനത്തിന് എന്ത് സർട്ടിഫിക്കറ്റാ കിട്ടുന്നത്? You are placed to 7th position. എന്നിട്ട് ആ സ്കൂളിന്റെ പ്രിൻസിപ്പളിന്റെ ഒപ്പും. ഇതപ്പോ സ്കൂളിൽ വന്നിട്ട് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. അതാണ് സംഭവം. അതാണ് സംഭവം. അത് പങ്കെടുക്കുന്ന എല്ലാവർക്കും കൊടുക്കും. ആണല്ലേ?
അതിൽ 7ാമത്തെ പൊസിഷൻ ഒന്നുമില്ല. ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞ പ്രിൻസിപ്പളുടെ ഒപ്പം അത് എല്ലാവർക്കും കിട്ടും. അല്ല നമ്മള് പിന്നെ വേറെ സ്പെഷ്യൽ ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. എന്തായിരുന്നു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? നമ്മള് ഓണത്തിന് ക്ലബിൽ പോകും, നാരങ്ങ സ്പൂണ്, ഇതൊക്കെയല്ലേ എക്സ്ട്രാ കരിക്കുലർ? അതൊക്കെ ഒരു കാലമല്ലേ, അച്ചീവ്മെന്റ്സ് ആണ്. അതൊക്കെ നമുക്ക് അതൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. നമ്മള് ഗെയിമിംഗ് ആണ് പറഞ്ഞത് ഇങ്ങനത്തെ. അപ്പൊ നമ്മള് പറഞ്ഞോണ്ടിരുന്നതെന്ന് വെച്ചാല് നമ്മൾ എവിടെ നിന്നാണ് ചെസ്സിൽ പോയതെന്ന് വെച്ചാൽ, അതായത് നമ്മള് ഈ അപ്പൂപ്പന്റെ അല്ല നമ്മൾ പ്രസന്റ് ചെയ്ത് മറ്റേ അപ്പൂപ്പന്റെ കാലം തൊട്ട് പ്രസന്റ് വരെ ഓർത്ത് വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഓർമ്മശക്തിയുടെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് ഇതിന് മുമ്പ് പറഞ്ഞ കാര്യം എന്താന്ന് ഓർമ്മയില്ല. അപ്പൊ നമ്മള് ആദ്യത്തെ ടോപ്പിക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗെയിമിംഗ്, അല്ലെങ്കിൽ പ്രോസും നമ്മൾ സംസാരിക്കും, കോൺസും സംസാരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബാക്കിയുള്ളവരിൽ എന്താണ്, അല്ലെങ്കിൽ ബാക്കി നമ്മുടെ സമൂഹത്തിൽ എന്താണ് എന്നുള്ളതിന്റെ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ഒരു ഫീൽഡിൽ ഞാനിപ്പം 7 വർഷമാവുന്നു. 7 വർഷം ഞാൻ സ്ട്രീമറായിട്ട് ഇപ്പൊ 6-7ാമത്തെ വർഷമാണിത്. പക്ഷെ അതിന് മുമ്പും 2 വർഷം മുമ്പും ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അന്ന് ഒരു സ്ട്രീമർ അല്ലായിരുന്നപ്പോഴും ഒരു സ്ട്രീമർ ആയപ്പോഴും ഇതെങ്ങനെ എന്റെ മൈൻഡിലുള്ള തോട്ട്സ് തന്നെ മാറിയത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം നീ ആണെങ്കിൽ തന്നെ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? 4 വർഷം. 4 വർഷം. അപ്പൊ 4 വർഷത്തേക്ക് നമുക്ക് നിനക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ ഗെയിം കളിച്ച് പ്രാന്തായിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടല്ലോ? പ്രാന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത് അസുഖമല്ല, ഒരു അഡിക്ഷൻ മാത്രമല്ല, നമുക്കൊരു എക്സോസ്റ്റ് ആവാന്ന് പറഞ്ഞില്ല, ഒരേ കാര്യം ചെയ്ത് അതിപ്പോ ഈ ഗെയിം എന്നല്ല, എന്ത് ജോബ് ചെയ്താലും നമുക്ക് ഒരു കാര്യം തന്നെ ഡെയിലി റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ നമുക്ക് എക്സോസ്റ്റ് ആവും. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞോണ്ട് പോകുന്നത് 9 to 5 ജോബിന്റെ അവിടെ നിന്നാണ് നമ്മൾ മറ്റേ അങ്ങ് എത്തിയത്. അപ്പൊ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഗൈസ്, ഇപ്പം ഞാനിപ്പോ ഒരു 6-7 വർഷമായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്, ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട്, സ്ട്രീം ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു പ്രൊഫഷണൽ സ്ട്രീമർ ആണോന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഒരു പ്രൊഫഷണൽ ഇ സ്പോർട്സ് പ്ലെയർ ആണെന്ന് ചോദിച്ചാൽ അല്ല. ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെയല്ല, നമ്മളൊക്കെ നമ്മൾ പറയാം, എന്റെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 7 വർഷമായിട്ട് ഇപ്പം ഇവൻ എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചിലർ ആണ്. അതുപോലെ തന്നെ അവന് വേറെ കമ്മിറ്റ്മെന്റ്സ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മാരീഡ് ആണ്. എനിക്കിപ്പോ 2 മാസം കഴിയുമ്പോ നമ്മുടെ ബേബി ബാവ വരും. അപ്പൊ എനിക്ക് അങ്ങനെ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ ഫാമിലി ഒക്കെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യണം. ആൻഡ് അറ്റ് ദ ഏജ് ഓഫ് 18 തൊട്ടേ ഞാൻ എന്റെ ഫാമിലി നോക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതിന്നൊരു റവന്യൂ ഉണ്ടാക്കണമല്ലോ. അപ്പൊ ഞാൻ അതിന്റെ കൂടെ തന്നെ ഗ്രാഫിക് ഡിസൈനർ ആണ്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ബട്ട് സ്റ്റിൽ എനിക്ക് കൂടുതൽ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ട്രീമിംഗിന്നാണ്. ഗെയിമിന്നാണേലും ഇതിനകത്തുനിന്നെല്ലാം കൂടുതൽ പൈസ കിട്ടുന്നത് സ്ട്രീമിംഗിന്നാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ എല്ലാരും വിചാരിച്ചിരിക്കുന്ന പറഞ്ഞാൽ എന്താ പറയാ, കണ്ണാപ്പി ഒരു ഗെയിമിൽ കഴിവുണ്ട്, ആ ഗെയിം വന്ന് വെറുതെ സ്ട്രീം ചെയ്താൽ അവര് വിചാരിക്കുന്ന ആൾക്കാർ കാണാൻ വരും, അത് പൈസ ചുമ്മാ കിട്ടും. അല്ല, ചുമ്മാ കിട്ടുമെന്നല്ല, ആൾക്കാർ കാണാൻ വരും എന്നുള്ളൊരു രീതിയാ. നമ്മുടെ നാട്ടിലെ കുറെ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താന്ന് വെച്ചാല്, അവര് ഒരു ഗെയിം കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അവര് ചിലപ്പോ അതിൽ കിടിലം പ്ലേയേഴ്സ് ആയിരിക്കും. അപ്പൊ അവര് നോക്കും, എന്നിട്ട് അവര് ലൈവ് ഇടുമ്പോ അവർക്ക് ഒരു എക്സ്പോഷറും ഉണ്ടാവില്ല. ഈ ലൈവ് സ്ട്രീം എന്ന് പറയുന്ന കാര്യം തന്നെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആൾക്കാർ ഇരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിലൊരു എന്റർടൈൻമെന്റ് എലമെന്റ്. എന്റെ പ്രതി കഴിവിനെക്കാട്ടി കൂടുതൽ എന്റർടൈൻമെന്റ് ഫാക്ടർ ആണ് നമുക്ക്. അല്ല, കഴിവും വേണം. കഴിവും എന്റർടൈൻമെന്റും ഒരുമിച്ചുണ്ടെങ്കിൽ നിർത്താനേ പറ്റൂല. ഒരാൾക്കും ഇതാക്കാൻ പറ്റത്തില്ല, ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. എന്നെ പോലുള്ളവരെന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാ ഗെയിംസിലാണെങ്കിലും ആ ഒരു കഴിവും ആ ഒരു എന്റർടൈൻമെന്റ് ഒരുമിച്ചുണ്ടെന്നാല് അതിനെനിക്ക് അഭിപ്രായം പറയാനില്ല. ഞാൻ കഴിവുള്ള ആൾക്കാരെ പറ്റി സംസാരിക്കാം. അതെ, അത് സംസാരിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ഒരു ഗെയിം കുറെ നാള് കഷ്ടപ്പെട്ടിരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ നേരെ വന്ന് വെറുതെ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണാൻ വരത്തില്ല. പകരം എന്റെ ഒരു അഭിപ്രായത്തില് ഇന്ററാക്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഒരു കൂട്ടം ഓഫ് ആൾക്കാർ ഉണ്ടെങ്കിൽ സെറ്റാ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല, എൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, റെഗുലർ ഇവന്മാരാരെങ്കിലും അല്ലെ ടിവിയിലെ ആരെങ്കിലും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞങ്ങൾ സ്ട്രീംസ് ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ആൾക്കാർക്ക് അങ്ങോട്ടുള്ള ഇന്ററാക്ഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ കേൾക്കാനാണ് താല്പര്യം. നമ്മളൊരു ഗെയിം കളിച്ച് സെറ്റായി വരുമ്പം അവർക്ക് നമ്മളിത് ഓൺ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുമ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്
അത് അവിടെ ഇരുന്ന് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടെ വരുത്തുന്ന എലമെന്റ്സ് അതിൽ ആഡ് ചെയ്യണം. അതൊരു മെയിൻ ഫാക്ടറാണ്. നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാർ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന സ്ട്രീമേഴ്സ് ഒക്കെ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു വലിയ കാര്യം അത് ആദ്യം ഫിക്സ് ചെയ്യണം. നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ ഒറ്റയ്ക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. മൂവ് ഓൺ ചെയ്യാൻ പറ്റും, ബാക്കി വേറെ കുറെ ചാനലുകൾ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻസിലൊക്കെ പറ്റും. പക്ഷെ നമുക്കത് പറ്റത്തില്ലടാ. നമുക്ക് പോകണമെങ്കിൽ എപ്പോഴും കൂടെ നിൽക്കുന്നവരെയും വളരണം, അവരും വളരണം, നമ്മളും വളരണം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞ ടിവിയിലെ എല്ലാവരും നമ്മളൊക്കെ ഇപ്പോഴും ആ ഒരു ലെവലിൽ പോണതിന്റെ ഒരു മെയിൻ കാരണം അത് തന്നെയാണ്. അപ്പൊ ആ ഒരു സാധനം മിസ് ഔട്ട് ചെയ്യരുത്. ലൈക്ക് നിങ്ങൾ ഒരു സ്ട്രീമർ ആയിട്ട് വരിക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ സ്ട്രീമേഴ്സ് ആയിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ കുറെ കാര്യങ്ങൾ നോക്കണം. നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ ഈ ഇന്ററാക്ഷൻ മാത്രമല്ല, കുറെ കാര്യങ്ങൾ നോക്കണം. ചില ആൾക്കാരൊക്കെ മറ്റേ ചാനലൊക്കെ തുടങ്ങിയിട്ട് മറ്റേ എല്ലോട് കൊപ്പ എണ്ടേശ്ശേരി ഗെയിമിങ് അങ്ങനത്തെ പേരൊക്കെ ഇട്ടളെ. സത്യം ഈ ചാനലിന്റെ പേര് ഒരു ചാനലിന്റെ പേരിലാണ് പിന്നെ അങ്ങോട്ട് ബാക്കി. സത്യമാണ് ആൾക്കാർ ഇപ്പൊ ഗെയിമിങ് അണ്ണന്റെ പേര് തന്നെ നോക്കണം, ഈഗിൾ ഗെയിമിംഗ്. അണ്ണൻ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഈഗിളെന്നായിരിക്കും അങ്ങനെ വിളിക്കുന്ന മാത്രമല്ല ഞാൻ പറയണേ. എടാ നമ്മളിപ്പോ ഉണ്ടല്ലോ ഒരു ചാനൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഓർത്തിരിക്കണം. അതായത് പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ നിന്റെ പേര് ഭയങ്കര ക്യാച്ചിങ് ഇപ്പൊ കണ്ണാപ്പി എന്നുള്ള, കാരണം കോമൺ ആയിട്ടുള്ള പേരാണ്. അപ്പൊ വെറുതെ കണ്ണാപ്പി TV എന്നൊക്കെ അടിക്കുമ്പോ തന്നെ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളിപ്പം ഒരു ഗെയിമിങ്ങിന് ഒരു ഗെയിമിംഗ് ചാനൽ അല്ലെ എന്തോ ചാനലോ ആയിക്കോട്ടെ, ചാനൽ നമ്മൾ പേരിടുമ്പോ സമയത്ത് നമുക്ക് ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യാച്ചിങ് ആയിരിക്കും. അതെ അതെ. ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഗെയിമിംഗ് ആയിക്കോട്ടെ, അപ്പൊ നമ്മൾക്ക് ഗെയിമിംഗ് ചാനലാണെന്ന് അവർക്കറിയാം. അപ്പൊ അതിന്റെ തൊട്ട് ഫ്രണ്ടിലത്തെ പേരാണ് നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടത് എപ്പോഴും. ഇപ്പൊ ഡ്രീമർ ഗെയിമിംഗ്, ഈഗിൾ ഗെയിമിംഗ്, TXA ഗെയിമിംഗ്, ബ്ലൈൻഡ് റെബൽ, ഇങ്ങനത്തെ ഇപ്പൊ നമ്മളിപ്പോ ചിലപ്പോൾ മേ ബി ആൾക്കാർക്ക് തോന്നും ഫെമിലിയർ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണത്. പക്ഷെ അല്ല, എപ്പോഴും നമുക്ക് ഒരു ഷോർട്ട് പേര് എല്ലാവർക്കും പെട്ടെന്ന് നമ്മളിപ്പോ ഒരാളടുത്ത് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ ഈഗിൾ ഗെയിമിംഗ് എന്നാണ് ചാനൽ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗെയിമിംഗ് ചാനലിന്റെ പേരെന്താ? ഈഗിൾ ഗെയിമിംഗ്. അപ്പൊ അവര് ഈഗിൾ അടിസ്ഥാനത്തിലായിരിക്കും. അല്ല, ഞാൻ അതാ പറയണടാ, അതിനകത്ത് ഒരു ക്യാച്ചിങ് പേര് എപ്പോഴും ഫെമിലിയർ ആയിട്ടും ആൾക്കാർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പേരുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമാണ്. നമുക്കും റീച്ച് കിട്ടും. അങ്ങനെ ഓരോരോ കാരണം നമ്മുടെ ചാനലൊക്കെ ഇപ്പൊ റെക്കമെൻഡേഷൻ വഴി ഇപ്പൊ നമ്മളെ ലൈവ് കാണാത്തവരാ. അപ്പൊ അവര് പെട്ടെന്ന് ഒരു ദിവസം ഈ പറയണത് പോലെ PUBG ലൈവ് എന്റെ കാണുന്നു. അപ്പൊ അന്ന് കണ്ടവന്റെ പേരെന്തായിരുന്നു? ഈഗിളോ? ഈഗിൾ. ആ ഒരു ക്യാച്ച്നെസ് എപ്പോഴും ചാനലിന്റെ ഇടയ്ക്ക് ചാനലിന്റെ പേര് ഇടുന്ന സമയത്ത് വേണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാല് ഗെയിമിംഗ്, അതായത് നമ്മളിപ്പോ ഗെയിം കളിച്ച് സമയം കളയുന്നു എന്ന് പറയണ ആ ഒരു സമയത്ത് നമ്മുടെ ഗെയിം പ്ലേ ബാക്കിയുള്ളവരിലേക്ക് സ്ട്രീം വഴിയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു റവന്യൂ സോഴ്സ് ആയി. അതിലോട്ട് കുറച്ച് ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കിന് നല്ല രസമായിരിക്കും. മനസ്സിലായോ? നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന പ്രത്യേക സുഖമാണ്, സന്തോഷമാണ്. സത്യം. അതെ അതെ. അത് നമുക്ക് ചില ആൾക്കാർ പറയും, നമ്മള് ലൈവ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ പണിക്ക് പോടാ, നിർത്തി പോടാ. അവർക്കൊന്നും ഇതിന്റെ റവന്യൂവിനെ പറ്റിയും ഇതിന്റെ പുറകെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ, അല്ലെ ഇതിനെ പറ്റി. അത് ശരിക്കും പറഞ്ഞു വന്നത് ഞാനിത് മെയിൻലി ഇപ്പൊ എടുത്തു പറയാനുള്ളതെന്ന് അറിയോ, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ലടാ. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ഇത് വെറും കുഞ്ഞുകളിയാ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതിനൊരു കാരണങ്ങളുണ്ട്. എന്താണെന്നറിയോ, നമ്മളാരും നമ്മുടെ റവന്യൂ റിവീൽ ചെയ്തിട്ടില്ല. മനസ്സിലായോ? നമ്മളാരും നമ്മുടെ റവന്യൂ കളി പറയാറില്ല. റവന്യൂ ഇതിന്റെ എല്ലാ യൂട്യൂബേഴ്സും പറയാം റവന്യൂ പറയാൻ പാടില്ല എന്നുള്ളൊരു കാര്യം. എന്റെ യൂട്യൂബ് റവന്യൂ ഞാൻ ഓൾറെഡി പലവട്ടം ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ റവന്യൂ നമുക്ക് കോൺട്രാക്ട് പ്രകാരം ഈ പറഞ്ഞ പറയാൻ പറ്റാത്ത ഒരു സീനുണ്ട്. ഞാൻ എന്റെ ഇത് ലൈവിൽ പലവട്ടം എന്റെ കൺട്രോൾ പ്ലാൻ. എനിക്കിപ്പോ 6 വർഷം യൂട്യൂബിൽ നിന്നൊരു 25 to 30 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. 6 വർഷത്തിൽ. അല്ലല്ല, 6 വർഷം ഓൾറെഡി കൊണ്ടുപോയതാണ്. ഇല്ല, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, അതെല്ലാം കഴിഞ്ഞ ഒരു അതുകൂടാതെ നമുക്ക് ഇതിൽ നിന്നൊക്കെ നല്ല റവന്യൂസ് ഉണ്ടാക്കാൻ പറ്റും. മെയിൻ ആയിട്ട് ഈ ബ്രാൻഡ് പ്രൊമോഷൻ, അതൊക്കെ അങ്ങനെ ബ്രാൻഡ് പ്രൊമോഷന്റെ കാര്യം. നമ്മുടെ ചാനലിന് വൺസ് ഒരു റീച്ച് ഒക്കെ വന്നാൽ തന്നെ നമ്മളെ നല്ല ബ്രാൻഡുകളൊക്കെ അപ്രോച്ച് ചെയ്യും. ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നത് ഈ യൂട്യൂബിനേക്കാളും ഇൻകം ഒക്കെ അവരുടെ കയ്യിൽ കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ വെറുതെ കുഞ്ഞു കളിക്കുക എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് ഒരു ഇൻകം ലെവലിലോട്ട് കൊണ്ടുപോകാൻ ഡെയിലി ലൈഫ് അല്ലെ നമ്മുടെ കരിയർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് പല ആൾക്കാരും ചെയ്യാത്തതാണ് ഈ പേരൻസിനെയും ഒക്കെ ട്രിഗർ ആക്കുന്നത്. ഈ ഗെയിം നോക്കുമ്പോ ഫുൾ ടൈം കളിച്ചോണ്ടിരിക്കുന്നു, പക്ഷെ അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഒബ്വിയസ്ലി പേരൻസ് എന്ത് പറയും? ഇത് വേണ്ട.
നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങിയാൽ ഒരു ഇനിഷ്യൽ നമ്മൾ തുടങ്ങുമ്പോഴേ പൈസ കിട്ടൂല. ഉറപ്പായിട്ടും എല്ലാം എന്ത് കാര്യം ചെയ്താലും അതിനൊരു സമയമുണ്ട്. നമ്മുടെ ഒരു നിലച്ച വണ്ടി ഉണ്ട്, നിലച്ച വണ്ടി എത്തും, നിലച്ച സമയമുണ്ട്. ആ സമയത്ത് ആ വണ്ടി വരും. ആ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ച കിട്ടത്തില്ല. അതെ അതെ, നമ്മൾ ഉണ്ണിക്കണ്ണൻ ചേട്ടനെ നമുക്ക് കൊണ്ടുവരണം. ഉണ്ണിക്കണ്ണൻ ചേട്ടനെ മസ്റ്റ് ആയിട്ട് നമ്മൾ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരും. അതെ 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 അതെ. അപ്പം മെയിൻ അതായത് നമുക്ക് ഈ ഒരു ഗെയിമിംഗ് ഫീൽഡിനെ കുറച്ച് മോണിറ്ററി ടൈംസിലേക്ക് കൺവേർട്ട് ചെയ്താല് നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവും. അത് എനിക്ക് പേഴ്സണലി മനസ്സിലായ കാര്യം. നിനക്കാണെങ്കിൽ പോലും വീട്ടിൽ ആട്ടം തുപ്പോ അല്ലായിരുന്നോ? എനിക്കിപ്പോ എത്ര വയസ്സുണ്ട്? എനിക്കാണെങ്കിൽ എനിക്കിപ്പോ 21 വയസ്സ്. ഞാനാണെങ്കിൽ ഗെയിമിങ് വന്ന സമയത്ത് ഇവർക്ക് ലൈക്ക് ഞാൻ ഫസ്റ്റ് യൂട്യൂബിൽ നിന്ന് എനിക്കൊരു ഇൻകം വരുക. എനിക്കന്ന് ഫസ്റ്റ് വരുന്ന ഇൻകം എന്തോ എനിക്ക് 21,000 എന്തോ ആയിരുന്നു ഫസ്റ്റ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുന്ന ഇൻകം. അപ്പൊ ആ വീട്ടുകാർക്ക് ഇത് അച്ഛൻ ഇന്ന് 21-ാം തീയതി അച്ഛൻ ഇന്ന് പേയ്മെന്റ് വരും, അച്ഛന്റെ അക്കൗണ്ടിലോട്ടാ വരുന്നത് എന്ന് പറയുമ്പോ ഇവർക്ക് ഒരു വിശ്വാസമില്ല. സ്കാം അതുവരെ നീ എന്ത് ചെയ്തിട്ടായിരിക്കും അല്ലെ പൈസ വരുമോ? ഇവൻ എന്ത് ചെയ്ത് അപ്പം കുറച്ച് കഴിഞ്ഞ് അന്ന് ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത്, എന്റെ ഒരു ബന്ധു വീട്ടിലായിരുന്നു. അന്ന് അച്ഛൻ ഉച്ചയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് 21,000 രൂപ ക്രെഡിറ്റ്. ആ സന്തോഷം അപ്പൊ നമുക്ക് മനസ്സിലായി ഞാൻ ഇത്രയും ചെയ്തത് ലൈക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിനൊരു വില ഉണ്ടായത് അപ്പോഴാണ്. സത്യം. അന്ന് അതിനുശേഷം തൊട്ട് പിന്നെ എന്നെ ഗെയിം കളിക്കുന്നതിനോ അല്ലെ ലൈക്ക് ഒന്നും ലൈക്ക് ഗെയിമിങ് എത്ര നേരം ഇരുന്നാൽ പോലും എന്നെ ഒന്നും പറയത്തില്ല. ആ ഒരു മൂവ്മെന്റ് വരെ ഉണ്ട്. അതാ ഞാൻ പറയണത്, നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനെ ഒരു മോണിറ്ററി ടൈംസ് ആക്കുന്ന മോണിറ്ററി രീതിയിലേക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞാല് നമുക്ക് എല്ലാ സപ്പോർട്ടും നമ്മുടെ പേരൻസിന്റെ കയ്യിൽ നിന്ന്. അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവര് വിചാരിക്കുന്നത് എന്തുവാ, ടൈം കളയാണ്. പക്ഷെ ഇത് കളയുന്നവരും ഉണ്ട്. അതാണ് പ്രശ്നം, കളയുന്നവരും ഉണ്ട്. ഇപ്പം ഗെയിം കളിച്ച് കുത്തിയിരുന്ന് ഒരുപാട് സമയം ഇരുന്ന് കളിച്ചിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ സ്ട്രീം ഒന്നും ചെയ്യാതെ ഇതിനകത്ത് ഒരു റവന്യൂ ഉണ്ടാക്കാതെ കളയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അച്ഛനമ്മ നമ്മളെ വഴക്ക് പറയണത് നമ്മുടെ ഭാവി പോവോ എന്നുള്ള പേടി കൊണ്ട് മാത്രമായിരിക്കും അവര് വഴക്ക് പറയുന്നത്. അല്ലാതെ അവരിരുന്ന് ഒരിക്കലും സ്വന്തം മക്കള് നശിച്ചു പോകാനും ഇല്ലാണ്ടായി പോകാൻ കാരണം ആർക്കും ഒരു ഇഷ്ടമുള്ള ആയിരിക്കത്തില്ല. വളരെ ചുരുക്കം പേരൻസിന് ഉണ്ടാവും മേ ബി, അതും ഉറപ്പായി പറയാൻ പറ്റത്തില്ല. ചില മക്കളെ കണ്ടുകൂടാത്തതുണ്ട്. നിന്റെ അച്ഛനടുത്ത് നിന്റെ അഭിപ്രായം ചോദിച്ചാൽ നിന്നെ ഇപ്പൊ ഇത്ര നേരം നിന്റെ വീട്ടിൽ നിന്ന് പോലും വിളിക്കുന്നത് ഞാൻ കണ്ടില്ല. അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു സമാധാനം കിട്ടി. അപ്പൊ അങ്ങനത്തെ കാര്യം അങ്ങനെ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പോ ഞാൻ പറഞ്ഞല്ലേ, ഈ നമ്മള് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കുറെ നാളായിട്ട് നടക്കുവാന്ന് വിചാരിച്ചോ. നമ്മള് കുറെ നാള് തെണ്ടി നടക്കുമ്പോഴൊക്കെ എല്ലാവർക്കും പുച്ഛമായിരിക്കും. പക്ഷെ ഒരു ചാൻസ് കിട്ടി, അതിൽ നിന്നൊരു പൈസ കിട്ടി, ആ പൈസ കൊണ്ട് നമ്മള് വീട്ടുകാർക്ക് കൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പം അവർക്കൊരു സന്തോഷവും അല്ലെങ്കിൽ അവൻ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം വരും. ആ വരുന്ന മൊമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ആ മൊമെന്റിന് വേണ്ടി വർക്ക് ചെയ്താലേ മാത്രമേ നമുക്ക് ഈ ഒരു സാധനത്തിനെ എല്ലാരെയും ഇംപ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈവൻ എനിക്ക് പോലും അങ്ങനെയാ പറ്റിയത്. എടാ നമ്മള് ശരിക്കും ഇതിനെ പറ്റിയൊക്കെ ഈ ഗെയിം റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് ശരിക്കും ഇതിന്റെ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്കോപ്പ് അറിയത്തില്ല. നമ്മൾ അതായിരുന്നു ആദ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മെയിൻലി ഗൈസ് ഈ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഗെയിംസിന്റെ ഒക്കെ ഫ്യൂച്ചർ അല്ലെങ്കിൽ കറന്റ്ലി ഗെയിമേഴ്സ് സ്ട്രീമേഴ്സ് ഇവരുടെയൊക്കെ ഒരു സ്റ്റാറ്റസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വേൾഡ് വൈഡ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളിലും നമ്മൾ കുറെ കാര്യങ്ങൾ വെളിരാജ്യത്തു നിന്നൊക്കെ കണ്ട് ഇവിടെ കൊണ്ടുവന്ന അതെ അതെ, ഗെയിം മാത്രമൊന്നല്ലടാ, നമ്മൾ കുറെ കാര്യങ്ങൾ വെളിരാജ്യത്തൊക്കെ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാം. അതുപോലെ വന്നൊരു സാധനമാണ് ഈ സ്ട്രീമിങ്ങും ഗെയിമിംഗ് ഇന്ത്യയിൽ. ഇപ്പം നമ്മുടെ ഈ സ്പോർട്സ് പ്ലേയേഴ്സ് ഒക്കെ നോക്കുക, നോട്ടൈലിനെയൊക്കെ അറിയത്തില്ലേ? നോട്ടൈലിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര കിടില് ഒരു കോമ്പറ്റീറ്റീവ് പ്ലെയറാണ്, ഡോട്ട പ്ലെയറാണ് പുള്ളി. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാരും വിചാരിക്കുന്നത് വെച്ചാൽ പബ്ജി, GTA ഇതൊക്കെയാണ് മെയിൻ ഗെയിംസ്. ഇതൊന്നും അല്ല ഗൈസ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രൈസ് പൂൾ ഉള്ള ഗെയിം എന്ന് പറയുന്നത് Dota 2 ആണ്. അതായത് ഒരു കോമ്പറ്റീറ്റീവ് പ്ലെയർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പ്ലെയറിന് ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീം എമൗണ്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് Dota 2-ലാണ്. Dota 2 എന്ന് പറഞ്ഞാൽ അവരുടെ ഇവന്റും ഓൺ സ്റ്റേജും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കിളി പോകണം. അതെന്തോ അവര് സെറ്റ് അവരാ ഗെയിം ശരിക്കും ആ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏൻഷ്യൻ ടൈപ്പ് ഒരു ഗെയിമാണ്. അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് എന്റർടൈൻമെന്റോടെ വേണം കളിക്കുന്ന സമയത്ത്. പക്ഷെ ഞാൻ ഈ പ്രൊഫഷണലി ഉള്ള ആൾക്കാരുടെ പറയാനാട്ടെ, ഈ നോട്ടയിലെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയുടെ ആസ്തി എന്ന് പറയുന്നത് ഇപ്പൊ 31 വയസ്സുണ്ട് പുള്ളി. 30 വയസ്സ് ഒരു 65-66 കോടി രൂപ ഉണ്ടാവും പുള്ളിയുടെ നെറ്റ്വർക്ക്. എന്റെ അമ്മോ, 66 കോടി ഗെയിം കളിച്ച് മാത്രം.
പക്ഷെ ലൈഫ് സെറ്റിലാക്കി പുള്ളി. 65 കോടി. ഇത് ഞാനിപ്പോ നോട്ടലിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയണേ, നോട്ടലിനെ പോലെ തന്നെ വേറെ ഗെയിംസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഷ്രൗഡ് ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ നിഞ്ച ഇവരെയൊക്കെ നോക്കുവാണെങ്കിൽ ഇവരുടെയൊക്കെ നെറ്റ്വർത്ത് എന്നൊക്കെ പറയണത് നമുക്കൊന്നും ഒരിക്കലും മാച്ച് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു ജോലിക്ക് പോലെ ഞാൻ പറയണത് വേറൊരു ജോലിക്ക് പണ്ട് പുച്ഛിച്ചിട്ട് ഓർമ്മയാണ്. വേറൊരു ജോലിക്ക് പോകണ്ടെന്നല്ല പറയണ, ബട്ട് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ സംസാരിക്കുന്നത്. ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവരുടെയൊക്കെ റവന്യൂ, ഇവരൊക്കെ ഉണ്ടാക്കിയ റവന്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 61 കോടി 62 കോടി എന്നൊക്കെ പറഞ്ഞാൽ നീ ആലോചിക്കും. 31ാമത്തെ വയസ്സിൽ നമുക്ക് ഒരിക്കലും വേറൊരു ജോലിക്ക് പോയാൽ ഉണ്ടാക്കാൻ പറ്റൂല. ചിലപ്പോൾ മേ ബി ഒരു ബിസിനസ്സിനൊക്കെ കൊണ്ടേ പറ്റുമായിരിക്കും. പക്ഷെ എല്ലാവരുടെയും ഈ പറയണത് പോലെ നമുക്ക് ഈ നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാരും കളിക്കുന്ന ഗെയിമിന് പുറകെ പോവാ. അതാണ് പ്രശ്നം. നമ്മള് ഒരു സാധനത്തില് ഇപ്പം ഇതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ഒക്കെ ചെയ്യാൻ ഇറങ്ങിയ ഗ്ലോബലി കുറെ ഗെയിംസ് ഉണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ ഇന്ത്യ ഈ ഫുട്ബോളില് ഇപ്പം റെപ്രസെന്റ് ചെയ്തത് സെമി ഫൈനൽസ് വരെ ഇന്ത്യ എത്തി. അതൊരു വലിയ അച്ചീവ്മെന്റാ. നമുക്ക് നാളെ നമ്മുടെ ഈ പറയണ പുതിയ പുതിയ പ്ലേയേഴ്സ് ഒക്കെ ഇങ്ങനത്തെ ഈ ഫുട്ബോൾ ഒന്നും ശരിക്കും നമ്മുടെ നാട്ടിൽ സ്ട്രീം ചെയ്താൽ പോലും അധികം വ്യൂവർഷിപ്പ് ഉണ്ടാവത്തില്ല. മനസ്സിലായോ? അധികം വ്യൂവർഷിപ്പ് ഇല്ല. എന്നിട്ടും ആൾക്കാരൊക്കെ അത് തെരഞ്ഞു പിടിച്ച് അത് കളിച്ച് വേറെ ഈ മോണിറ്ററി ടൈംസിലോട്ട് തേടി പോകുന്നുണ്ട്. അതൊരു ഭയങ്കര പോസിറ്റീവ് സൈഡാ. അതല്ല ഡോട്ടാ ട്രെൻഡിന്റെ ഒക്കെ ബേസ് പ്രൈസ് പൂൾ തന്നെ 13 കോടി. അയ്യോ, അതാണ് അത് ഏറ്റവും അവരുടെ ഏറ്റവും നോർമൽ ഇവന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 13 കോടി 14 കോടി പ്രൈസ് പൂൾ മാത്രം 13 കോടി. അത് ആ ഒരു സംഭവമാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഏത് ഗെയിം ഉണ്ടോ അതിന്റെ കോമ്പറ്റേറ്റീവിലൊക്കെ ഇറങ്ങാൻ നോക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഡോട്ടാ 2 കളിക്കുന്ന വെച്ചാൽ റയർ ആയിട്ട് ഞാൻ കണ്ടുള്ള മെന്നിയെണ്ണം മാത്രം. മെന്നിയൊക്കെ ആയിരുന്നു ഡോട്ടയൊക്കെ കളിക്കുന്നത്. മെന്നിയെണ്ണം മാത്രമേ ഉള്ളൂ ഡോട്ടാ. അല്ലടാ, അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മൾ അറിയാവുന്ന ഇച്ചിരി ഫേമസ് സ്ട്രീമറിൽ മെന്നിയാണ് കളിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞോണ്ടല്ലോ, ഈ സ്ട്രീമിംഗിൽ കൂടെ മാത്രമല്ല ഇൻകം ഉണ്ടാക്കുന്ന ഗെയിം വെച്ച്, അതായത് കോമ്പറ്റേറ്റീവ് ഇ സ്പോർട്സ്, ഇതിലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഇപ്പം ഈ പറയണ ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും ഒക്കെ ഇ സ്പോർട്സ് വരാൻ പോവാ. അതൊക്കെ വരുമ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ അച്ഛന്മാർക്കൊക്കെ മക്കളെ ക്രിക്കറ്റ് ഒക്കെ കളിപ്പിച്ച് ഇന്ത്യൻ ടീമിലൊക്കെ കളിപ്പിക്കാനുള്ള ആഗ്രഹമാണ്. ഞാൻ ഏകദേശം വക്ക് വരെ എത്തിയതാണ്. ഞാനും ഫുട്ബോളില് ഇങ്ങനെ ഒരു പടി വരെ എത്തിയത്. ഏത് പടിയായിരുന്നു? കോളേജിന്റെ പടിയാ? അല്ല, ഞാൻ ഫുട്ബോളില് ഒരു ലെവൽ എത്തിയായിരുന്നു. ആണല്ലേ? ഞാനും ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ നടന്ന പ്രൊഫഷണലി ട്രെയിനൊക്കെ ചെയ്ത് എല്ലാം ഇതാക്കിയപ്പോഴത്തേക്കിന് കാശില്ല നമ്മുടെ കാശില്ല കൊടുക്കാൻ. അന്ന് അവര് കൂടുതൽ ഇതൊന്നും അവര് ചിന്തിക്കത്തില്ല. അങ്ങനല്ല, മറ്റേ എക്സ്ട്രീം കഴിവുണ്ടായിരുന്നു, പൈസ കൊണ്ട് അങ്ങനെ കയറിപ്പോയില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ അതിന്റെ ഒരു ഇതിലെത്തിയപ്പോ എനിക്ക് മനസ്സിലായതാണ് പൈസക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ പേരൻസിന് ആഗ്രഹം ഉണ്ടാവല്ലോ നമ്മളെയൊക്കെ ട്രെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ചില ആൾക്കാർ ക്രിക്കറ്റ് ഭ്രാന്തനായിട്ടുള്ള ഒരു അച്ഛൻ അവനെ ട്രെയിൻ ചെയ്ത് ഒരു ക്രിക്കറ്റ് ടീമിൽ എത്തിക്കുക, അങ്ങനെ ഡ്രീം ഒക്കെ ഉള്ളവരുണ്ടാവല്ലോ. അതുപോലെ ആവാൻ പോവാണ് ഈ സ്പോർട്സ്. അതായത് ഒളിമ്പിക്സിലൊക്കെ ഒരു രാജ്യത്തിന് വേണ്ടിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കണം. നീ ഒരു ഗെയിം കളിച്ച് ഒളിമ്പിക്സിലൊക്കെ പോയി മെഡലൊക്കെ അടിച്ച് ഇതൊക്കെ തിരിച്ചു വരുന്ന ആലോചിച്ച് നോക്കി. അത് അധികം വൈകത്തില്ല. അതിപ്പോ ഓരോ ഗെയിം കാറ്റഗറി വെച്ചിട്ടായിരിക്കും. ഓരോ ഗെയിം കാറ്റഗറി. GTA 5 കളിക്കുന്നവനൊക്കെ ഇവിടെ തന്നെ ഇരുത്തുള്ളൂ. ഒരു വായ്ത്താളത്തിനൊന്നും ഒരു പ്രൈസും ഉണ്ടാവില്ല. ഞാൻ പറയാം, നല്ല നല്ല ഗെയിം, അതായത് കുറെ ഇപ്പൊ ഈ ഫുട്ബോൾ ആയിക്കോട്ടെ, ഇങ്ങനത്തെയൊക്കെ ഗെയിമുകൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോണ നമ്മള് ഇന്ന് കളിയാക്കുന്ന ആൾക്കാര് ഇത് അധിക ദൂരമില്ല ഇതിന്. ഇത് അധിക ദൂരം എന്ന് പറയണതില്ല. ഞാനിത് പറയുന്നത് ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടല്ല, നമ്മളായാലും നമ്മുടെ മക്കളോട് ആയാലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരെയൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ട്രെയിൻ തുടങ്ങും. ഞാൻ ഒരു മാക്സിമം പോയ ഒരു 10 വർഷം ഒന്നും വേണ്ട, ഞാൻ പറയാം 5 വർഷത്തിനകത്ത് എല്ലാ ഇതിലും ഇങ്ങനെ ഒളിമ്പിക്സിലും ഇതിലും എല്ലാം ഈ ഗെയിമുകളെല്ലാം വന്ന് ലൈക്ക് അവിടെ വേറെ രാജ്യത്തുള്ള ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി തിങ്ക് ചെയ്യാതെ ബാക്ക്വേർഡ് ആയിട്ട് ഇരുന്ന് അവരൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ പോകണം. അതാണ് നമ്മുടെ ഒരു മെയിൻ പ്രശ്നം. അതാണ് അവര് തുടങ്ങിയിട്ട് നമ്മളെല്ലാം ഇങ്ങോട്ട് വരുന്നുള്ളൂ. ആ ഒരു സാധനം ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു. ഓൾറെഡി ഇപ്പൊ അവര് ഡോമിനേഷൻ ആണ് അവിടെ. നമ്മൾ ഇപ്പോഴെങ്കിലും ഇതൊക്കെ തുടങ്ങി വെച്ചാൽ നമുക്കാണേലും നമ്മുടെ മക്കൾക്കൊക്കെ ആണേലും ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇതാക്കാനും. കാരണം നമ്മളൊന്നും വിചാരിക്കുന്ന പോലത്തെ പ്രൈസുകളൊന്നും അല്ല ഇതിന് വരാൻ പോകണം. കോടികൾ തൊട്ടുള്ള ഒരു കളിയില്ല. കോടി താഴോട്ടൊരു ഇതില്ല. അത് ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ സ്ട്രീം ചെയ്യുന്നതൊന്നും ഒരു ചെറിയ കാര്യമായിട്ട് കാണണ്ട. അതിൽ കൂടെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റും. ഉറപ്പായിട്ടും.
നമുക്ക് ആ ഒരു ഇതിലേക്ക് പേരൻസിനെയും നമ്മുടെ ആൾക്കാരെയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിവരം കൂടെ വേണം. അതായത് നമ്മൾ വെറുതെ പോയി വീട്ടുകാരുടെ അടുത്ത് പറയാം അവൻ 1 കോടി കിട്ടി, അവൻ 1 കോടി കിട്ടി, അപ്പൊ ഞാൻ ഇന്നോട്ട് ചെയ്യാം, ഇന്ന് നാളെ എനിക്ക് 1 കോടി. അപ്പൊ അച്ഛനും അമ്മയും ചോദിക്കും അവൻ കിട്ടുന്ന പോലെ നിനക്ക് കിട്ടും. അങ്ങനെ ഒരിക്കലും പറ്റില്ല. നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള വിവരം വേണം. ഈ സ്പോർട്സ് എന്താണ്, അല്ലെങ്കിൽ ഇതിനകത്തു നിന്നുള്ള റവന്യൂ എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണ്, അല്ല അച്ഛ ഇതാണ് കാര്യം. അല്ല ഇപ്പൊ ഉള്ള എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേരൻസിന് ഇതിനെ കുറിച്ച് കുറച്ച് വിവരമൊക്കെ ഉണ്ട്. ഇല്ല എന്നാലും പറയാൻ പറ്റില്ല. എന്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കി കൈകൊണ്ട് കൊടുത്തപ്പോഴാണ്. ഇപ്പൊ അണ്ണന്റെ ഏജിലുള്ള ഒരു മക്കളുള്ളവരൊക്കെ കാണുമല്ലോ അണ്ണ. അവർക്ക് എനിക്കിപ്പോ 26 വയസ്സുണ്ട്. എന്റെ പ്രായത്തിലുള്ളവരുടെ മക്കളായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായാലും മനസ്സിലാവും ഈ ഒരു എന്തോന്ന് അറിയാൻ പറ്റും, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും പറ്റും. അതെ. അപ്പോ ആ ഒരു ഫാക്ടർ നമ്മൾ ഇത്രയും പറഞ്ഞു വന്നാൽ നമ്മളിപ്പം എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നല്ലതുണ്ട്, എന്തൊക്കെ അടിപൊളി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊരു ചീത്ത വശം കൂടി എപ്പോഴും ഉണ്ട്. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ചീത്ത വശം ഉണ്ട്. അതെ, ഒരു കോയിന് 2 സൈഡ് ഉള്ളത് പോലെ എന്തൊക്കെ സാധനം എടുത്താലും അതിനും 2 വശം ഉണ്ടാവുമല്ലോടാ. അപ്പൊ അതിൽ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് തന്നെ എന്തോ ഒരു നെഗറ്റീവ് പറയാം. കണ്ണൊക്കെ കുഴിഞ്ഞ് എത്ര നേരം മെയിൻ ഹെൽത്ത് പക്ഷെ വെളിയിൽ ആരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഇല്ല, റൂമിൽ തന്നെ ജിമ്മിൽ പോണില്ല, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല, വെളിയിൽ ഇറങ്ങുന്നില്ല, വെളിയിൽ ഇറങ്ങി കളിക്കുന്നില്ല, വെയിൽ കൊള്ളുന്നില്ല എന്ന് പറയുമ്പോൾ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി. എനിക്ക് അതൊക്കെ ഉണ്ട്. എനിക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് മേലനങ്ങാതെ ഇരുന്ന് ഇങ്ങനെ കമ്പ്യൂട്ടറിന് ജോലി ചെയ്യുമ്പോഴും ഞാൻ പീസർ മുമ്പിൽ, ഗെയിം കളിക്കുമ്പോഴും പീസർ മുമ്പിൽ, ഫുഡ് കഴിക്കുന്നു, എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, ഫോണിന്റെ മുമ്പിൽ. ഈ പറയണത് പോലെ ഇങ്ങനെ ഇരുന്ന് എനിക്ക് കൊളസ്ട്രോൾ കൂടി, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നു, അങ്ങനെ കുറെ ഇത് വന്ന്. ആൻഡ് നമ്മൾ ഗെയിമിംഗ് എന്ന് എടുത്തു പറയുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോടാ. നമ്മൾ സ്ട്രീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാവരും വലിയ ആൾക്കാരാണെന്ന് നമ്മൾ വിശ്വസിക്കരുത്. കൊച്ചു പിള്ളേർ ഇഷ്ടം പോലെ. നമ്മൾ ചിലപ്പോ ഉണ്ടല്ലോ, ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഫുൾ ടൈം ഗെയിമേഴ്സ് ആണ്, നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഗെയിം കളിക്കുന്നു, അത് മാത്രമാണ് നമ്മുടെ ജീവിതം ഉള്ളൊരു കാര്യമുണ്ട്. അവര് നോക്കുമ്പോ എന്തുവാ സ്ക്രീനിൽ ഗെയിം കളിക്കുന്നു, അങ്ങനത്തെ ഒരു ഇതാ. പക്ഷെ അത് ഇവരിൽ ഇമ്പാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയോ? ഇവര് ഫുൾ ടൈം ഗെയിം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് അത് അഡിക്ഷൻ ആവും. ഇവർക്ക് അതുകൊണ്ടാ ഞാൻ പറയാം, എന്റെ ഇവിടെ തന്നെ ഒരു പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഞാൻ ഒരു ദിവസം ഈ പയ്യൻ സൈക്കിൾ ചവിട്ടി വീട്ടിൽ വന്നിട്ട് അവൻ വേറെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല എന്നുള്ളൊരിതായി. അവനിങ്ങനെ എല്ലാവരുടെ സ്ട്രീം കാണും. ഇതിനു മുമ്പ് അവൻ വേറെ സ്ട്രീമറിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോ അത് ഒഫൻസീവ് ആയി പോകും. അതായത് നമ്മളെടാ ഈ പിള്ളേരിലെ അഡിക്ഷൻ വരുന്ന ഞാൻ പറഞ്ഞതിന്റെ കാര്യമുണ്ടല്ലോ. അതായത് ഇവര് ചില സമയത്ത് ഫുൾ ടൈം ഇങ്ങനെ ഗെയിം കളിച്ചിരിക്കും. അപ്പൊ അവര് ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ ഗെയിം കളിക്കുന്ന ആരൊക്കെയാണെന്ന് അവര് നോക്കും കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെയാണല്ലോ അവര് മെയിനായിട്ട് കാണുന്നത്. അപ്പം ഒരു പയ്യനെ വീട്ടിൽ വന്ന് സൈക്കിൾ ചവിട്ടി രാവിലെ വീട്ടിൽ വന്നു, ഞാൻ ഉറക്കമായിരുന്നു. അപ്പൊ അമ്മ ഈ പറഞ്ഞതുപോലെ പയ്യന്റെ അടുത്ത് ചോദിച്ചു, അന്നേരം പറഞ്ഞ എന്നെ കാണാൻ വന്നതാ. അന്നേരം എത്ര ദൂരത്തു നിന്നാന്ന് ചോദിച്ചപ്പോ പറയാം 43 കിലോമീറ്റർ അപ്പുറത്ത് വന്നു. ഇവിടുന്ന് ഒരു 43 കിലോമീറ്റർ ഉണ്ട്. അണ്ണൻ പറയുന്നില്ല പയ്യനല്ലേ വീട്ടിൽ നിന്ന് പേരൻസ് വന്ന കാര്യം എനിക്ക് മനസ്സിലായി. അവൻ എന്നെ കാണാൻ വന്നായിരുന്നു. ആണോ? അവൻ ഇവിടെ കായംകുളത്താ. അവിടുന്ന് സൈക്കിൾ ചവിട്ടി വന്നിട്ട് ഇവിടെ വന്ന് മമ്മി നോക്കിയപ്പോ കൊച്ചു പയ്യൻ. അപ്പൊ അമ്മ ഇപ്പൊ പെട്ടെന്ന് പാനിക് ആയിട്ട് എന്നെ വന്ന് വിളിച്ച് ഞാനിങ്ങനെ സംസാരിച്ചപ്പം ഇതുപോലെ വീട്ടിൽ പറയാതെ വീട്ടിൽ എന്റെ അടുത്ത് കാണാൻ പോണോന്ന് പറഞ്ഞ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ. പുള്ളിക്കാരന്റെ അച്ഛൻ ഗൾഫിലാ, അമ്മ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാം. ഇങ്ങനെയുള്ള പേരൻസ് ഉള്ള ആൾക്കാരിലാണ് ഇത് മെയിനായിട്ട് ബാധിക്കുന്നത്. മനസ്സിലായോ? അതായത് ഈ കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും വലുതായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല, അവർക്കൊരു ഫോൺ ഉണ്ടാവും, അവര് ഫുൾ ടൈം ഇതെന്ന് പറഞ്ഞിരിക്കും. അങ്ങനെയുള്ളവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സമയമായി. പേരൻസ് തന്നെ ഇവരിപ്പോ ഇങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ ഇവർക്ക് തന്നെ ഒഴിവാക്കില്ല. ഇല്ല, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ അച്ഛൻ പുറത്താണ് ഓൾറെഡി, അമ്മയ്ക്ക് വലിയ കാര്യങ്ങൾ തിരക്കുള്ള ഒരു സമയവും ഇല്ല, പുള്ളിക്കാരിക്ക് ഒരു നല്ല ജോലിയുള്ള അതാണ്. അപ്പോ പയ്യൻ ഈ ഫുൾ ടൈം ഫോൺ കൊണ്ടൊക്കെ ഇരുന്നപ്പോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കുമ്പോൾ നമ്മുടെ സ്ട്രീമൊക്കെ അവരും വിചാരിച്ചിരിക്കുന്ന അവരുടെ പ്രായത്തിൽ അവർ വിചാരിച്ചിരിക്കുന്ന നമ്മൾ ഫുൾ ടൈം ഗെയിം കളിയാണ്, അങ്ങനത്തെ ഒരു രീതിയാ. ഈ പയ്യനും ഇതേപോലത്തെ ഇങ്ങനെ കളിച്ചിട്ട് അവന് ഈ സ്ട്രീം കാണുന്ന ആൾക്കാരാണ് അവനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ പയ്യൻ വീട്ടിൽ വന്നിട്ട് ഞാൻ അപ്പൊ തന്നെ പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇവന്റെ നമ്പർ മേടിച്ച് വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു പയ്യൻ ഇതുപോലെ ഇവിടെ വീട്ടിൽ ഉണ്ട്,
ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ എന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ലോക്കൽ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. കാരണം ഇവര് മിസ്സിംഗ് വല്ലതും കേസ് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. അപ്പം എന്റെ സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞു. അപ്പൊ അവര് ഞങ്ങൾ പറഞ്ഞു പേരൻസ് ഇപ്പൊ വരും, സാർ എന്നാലും ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവര് തന്നെ അവരിവിടെ വന്നപ്പം ഞാൻ അവരുടെ പേരൻസിന്റെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം അവനോട് ഞാൻ ഇന്ററാക്ട് ചെയ്തപ്പോൾ അവൻ മെയിൻ ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വലുതായിട്ട് അങ്ങനെ വീട്ടിലാരും സംസാരിക്കാറില്ല, ഞാൻ ഫുൾ ടൈം ഇങ്ങനെ ഫോണും അതും ഇതൊക്കെ കൊണ്ടായിരിക്കുന്നത്, അപ്പം ആകെ കാണുന്നത് നിങ്ങളെയൊക്കെ, അപ്പൊ നിങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ. ഈ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത്. അതായത് പേരൻസിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവരും അവരുടേതായിട്ടുള്ള ടൈമിൽ എൻഗേജ് ചെയ്യുന്നത് മക്കളെ നോക്കാനൊക്കെ വേണ്ടി തന്നെ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്ന വെച്ചാൽ ഇതിന്റെ നെഗറ്റീവ് വശം കൂടി നമ്മൾ സംസാരിക്കണമല്ലോ. അപ്പൊ ഇങ്ങനത്തെ പിള്ളേരെ ഇത് ബാധിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവർക്ക് ഇത് അഡിക്ഷൻ ആവാം, പല കാര്യങ്ങളും ആവാം. അവനൊരു പോസിറ്റീവ് ഗുണം ഉണ്ടായി, അതറിഞ്ഞില്ലായിരുന്നു? ഇല്ല, എന്താ? അവൻ ഇതിന് ശേഷം ഇവന്റെ അച്ഛൻ ഇവന്റെ ടാലന്റ് മനസ്സിലാക്കിയിട്ട് ഇവന് 1 ലക്ഷം രൂപ സൈക്കിൾ മേടിച്ചെടുത്ത്. ആണല്ലേ? ഇല്ല, പുള്ളിയുടെ അച്ഛൻ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പുള്ളി എനിക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞു. പുള്ളി ഒരു കുപ്പിയൊക്കെ എടുത്ത് ഒരു ജേടി കുപ്പിയൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഫാമിലി ആയിട്ട് കാണാൻ വന്നെ. രണ്ടുപേരും അടുത്ത ദിവസം കഴിഞ്ഞിട്ട് പുള്ളി ഒരു കുപ്പിയൊക്കെ ആയിട്ട് പുള്ളി ചെറുക്കം വീട് വിട്ടിറങ്ങിയെന്ന് പറഞ്ഞപ്പോ ഫ്ലൈറ്റ് കയറിയോടുന്നു. കാരണം അതിലെനിക്ക് മനസ്സിലായി പുള്ളിക്ക് അത്രയും കൺസേൺ ഉണ്ട്. പുള്ളി അവിടെ പോയി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവനെ നോക്കാനും അവരെ സെക്യൂർ ആക്കാൻ വേണ്ടിട്ടാ. പുള്ളി അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോ ചെറുക്കൻ അത്രയും ഒരു ഇതിലെത്തിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി കുപ്പിയൊക്കെ എടുത്ത് നൈസായിട്ട് മോനെ നീ അവനെ അത്ര നേരം ഫുഡൊക്കെ കൊടുത്ത രാവിലെ 9 മണിക്ക് വന്നേടെ ഇവിടെ, അവനെ വൈകുന്നേരം വന്ന് കൊണ്ടുവന്ന് 6 മണിക്കാ. അപ്പം അവര് വീട്ടുകാരും ആകെ പാനിക്കായി, എങ്ങനെ വരണം എന്നൊന്നും അറിയാതെ എല്ലാം വന്ന് നമ്മള് പിന്നെ മമ്മി അവനെ കുറെ നേരം ഇരുന്ന് ആശ്വസിപ്പിച്ച് ഇറങ്ങിപ്പെല്ലാം പോയി കഴിഞ്ഞാൽ വേറെ സീനാവുമല്ലോ. മമ്മി പേടിച്ചിട്ട് മമ്മി കുറെ നേരം കാഷ്വലായിട്ടൊക്കെ സംസാരിച്ച് എല്ലാം ഡീൽ ചെയ്ത്. എന്നിട്ട് അവരുടെ പേരൻസ് ഒക്കെ വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ച് നമ്മുടെ അടുത്ത് മോനെ എത്ര നേരം നോക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടൊക്കെ അവര് പോയത്. ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കാണുമ്പോഴും അല്ലെ ഗെയിംസ് കളിക്കുന്നത് കാണുമ്പോഴും ഗെയിംസ് കളിക്കുമ്പോഴും ഇവർക്ക് ഇങ്ങനത്തെ മൈൻഡുകളൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതൊരു ഭയങ്കര നെഗറ്റീവ് ആണ്. പിന്നെ വേറൊരു കാര്യം നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ, നമ്മൾ ഈ ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്കിൻസ് ഒക്കെ മേടിക്കുമല്ലോ, നമുക്ക് ഇതിനകത്തുനിന്ന് പൈസ കിട്ടുന്ന നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നവര്. കാരണം നമ്മൾ ബാക്കി PC മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ ഫസ്റ്റ് റവന്യൂ കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ PC നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. കിട്ടിയിട്ട് ബാക്കിയുള്ള അതല്ല ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബിസിനസ് നടത്തുന്നു. ഇപ്പം ഞാനിപ്പം തുണി കച്ചവടം നടത്തുന്നു. അപ്പൊ 100 രൂപയ്ക്ക് ഞാൻ തുണി മേടിച്ച് അത് 200 രൂപയ്ക്ക് വിറ്റ്. 200 രൂപയ്ക്ക് വിറ്റിട്ട് 200 രൂപ എടുത്ത് എനിക്ക് പോക്കറ്റ് ഇടാൻ പറ്റത്തില്ലല്ലോ. അടുത്ത സ്റ്റോക്ക് ഇറക്കണമെങ്കിൽ അതിൽ നിന്ന് 100 രൂപ വീണ്ടും വേണം. ആ 100 രൂപ എടുത്ത് നമ്മൾ ഇതിനകത്ത് ഇട്ടാലേ വീണ്ടും അടുത്ത കച്ചവടം പോകത്തുള്ളൂ. അതുപോലെയാണ് നമ്മൾ ഒരു ഗെയിം കളിക്കുന്നു, സ്കിന്നൊക്കെ ഉള്ള ഗെയിമാണ് കളിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് പുതിയ സ്കിൻ എല്ലാവർക്കും കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവര് ഈ സ്കിൻ എങ്ങനെ ഉണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ആയിരിക്കും കാണുന്നത്. അപ്പം നമ്മളത് മേടിക്കുമ്പം നമ്മൾ ഈ 100 രൂപയ്ക്ക് സ്കിന്ന് വാങ്ങിക്കുമ്പം ചിലപ്പോ ആ സ്ട്രീമിൽ നമുക്ക് 200 രൂപ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് കണ്ടോണ്ട് ഈ പിള്ളേർക്കും ഇത് വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ട് വരും. അത് മെയിൻ ആയിട്ട് ആ ഒരു ട്രെൻഡ് വന്ന ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഗെയിം. ഫ്രീ ഫയർ ഗെയിമിൽ അത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഫ്രീ ഫയറിന് മാത്രം പറയാൻ പറ്റില്ല. പബ്ജി, ഗ്ലേസിയർ എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് ലോൺ എടുത്തൊക്കെയാണ് ഇപ്പോഴും അതൊരു 1.5 സ്കിന്നാണ്. അത് പിന്നെ പിള്ളേരെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ കളിക്കുന്നവർക്കും എല്ലാവർക്കും അതൊരു അത് അവർക്കും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരും. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് പേരൻസിന്റെ കാർഡും പേരൻസിന്റെ പൈസയൊക്കെ ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. അതൊരു വലിയ നെഗറ്റീവ്. അവര് വളർന്ന രീതിയിൽ അവർക്ക് പൈസയുടെ വില അറിയത്തില്ലെന്നല്ലടാ, ആ പ്രായത്തിലല്ലേ, ആ പ്രായത്തിൽ അവർ എന്താ ചെയ്യുന്നത്, അവർക്ക് എന്താ അവരുടെ മുമ്പിൽ ഒറ്റ മോട്ടീവേ ഉള്ളൂ, സ്കിന്ന് മേടിച്ചു അപ്പൊ എനിക്കും മേടിക്കണം അന്നുള്ളൊരു കാര്യമുള്ളൂ. അപ്പം ഈ പേരൻസിന്റെ കൺസേൺ ഇല്ലാതെയും അവരുടെ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത്, ഗെയിമിൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഒരു വലിയ നെഗറ്റീവാണ്. മനസ്സിലായോ? പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അഡിക്ഷൻ, ഡിപ്രഷൻ, ചില ഗെയിമുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് പുഷ് ഒക്കെ ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് ഭ്രാന്ത് വരും. ഒരു പോയിന്റ് കുറയുമ്പോഴത്തേക്കിനും നമുക്ക് ഭ്രാന്ത് വരും. പിന്നെ ഉള്ള ഈ ഹെൽത്ത് ഇഷ്യൂസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡാർക്കർ സൈഡാ. ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര ഡാർക്ക് സൈഡാണ്. അതെ അതെ. അതെച്ചാ അനങ്ങാതെ നമ്മൾ ഒരിടത്ത് ഇരിക്കുക തന്നെ ചെയ്യുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. എനിക്കൊന്ന് ഞാനൊക്കെ ഉള്ള കുറച്ച് പേരെയുള്ളൂ ജിമ്മിലൊക്കെ പോയി ഹെൽത്ത്. അതെ 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 അതെ. ജിമ്മിൽ 4 വർഷം മെമ്പർഷിപ്പ് എടുത്തിട്ട് അവര് ലാസ്റ്റ് ഗതി കേട്ടിട്ട് ഇവന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ എന്ന് പറഞ്ഞാൽ
ഇവനൊരു ജിമ്മിൽ ചേർന്ന് അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജിമ്മ്. ഇവൻ 4 മാസത്തെ അവര് പറഞ്ഞു 1 മാസത്തെ ട്രയൽ എടുത്തിട്ട് ചേർന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടാ. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇല്ല ഞാൻ റെഗുലർ ആയിട്ട് വരുമെന്ന് പറഞ്ഞാൽ 4 മാസത്തെ മെമ്പർഷിപ്പ് എടുത്ത്. എന്നിട്ട് 1 മാസത്തിൽ 10 ദിവസം പോയി. 10 ദിവസം പോയി കഴിഞ്ഞിട്ട് അപ്പൊ ഇവൻ ലൈവിലൊക്കെ പറഞ്ഞു കേട്ടാ ഞാൻ ഇതുപോലെ ജിമ്മിലൊക്കെ കയറി ഇന്ന ജിമ്മാണെന്ന്. എന്നാലും പിള്ളേരൊക്കെ ട്രെയിനർക്ക് മെസ്സേജ് കണ്ണാപ്പിയെ സെറ്റ് ആക്കണേന്നൊക്കെ. അപ്പൊ ട്രെയിനർ പറഞ്ഞു കിടിലോ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഓർത്ത്. ഇവൻ ആകെ 10 ദിവസമാണോ ജിമ്മിൽ പോയത്. ജിമ്മിൽ പോയതിനു ശേഷം ഉണ്ടല്ലോ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. 2 മാസം കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞ് 3 മാസത്തെ പൈസ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ ജിമ്മിന് നാളെ 4 മാസം കഴിയുമ്പോൾ നിന്റെ റിസൾട്ട് എവിടെയെന്ന് പറഞ്ഞ നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാൻ പറ്റും, എനിക്കൊന്നും പറയില്ലെന്ന് പറഞ്ഞ് ബാക്കി പൈസ ഇവനെ റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവനെ അവിടെ നിന്ന് നല്ല തള്ളക്കും വിളിച്ച് പറഞ്ഞു വിട്ടതാണ്. ഇവനാണ് ജിമ്മിന്റെ കാര്യം പറയുന്നത്. അല്ല ഞാൻ ഹെൽത്ത് ഒക്കെ എന്റെ ഭയങ്കര കൺസേൺ ആണ് എന്റെ ലൈഫിൽ. ഹെൽത്ത് ആണല്ലേ? എനിക്ക് ഹെൽത്ത് ഭയങ്കര കൺസേൺ ഉണ്ട്. കൈയൊക്കെ ഉണ്ടല്ലേ? കൈയൊക്കെ കണ്ട്. ഇത് കോച്ചുവാദമല്ലേ ഇത്? എന്റെ ഹെൽത്ത് നമ്മളിപ്പോ പറഞ്ഞെന്ന് വെച്ചാ ഈ ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയണത് പോലെ എക്സ്ട്രാ എന്തെങ്കിലും എനിക്കാണെങ്കിൽ പോലും ഈ പറയണത് ഞാനാണെങ്കിൽ പോലും കുറെ കുത്തിയിരുന്ന് എനിക്കിപ്പോ ഓവർ വെയിറ്റ് ആയിട്ട് ഞാനിപ്പോ ലാസ്റ്റ് ഒരു 2 മാസത്തിൽ ഒരു 10 കിലോ കുറച്ച് ദുബായിൽ നിന്ന് വർക്കൗട്ട് അല്ല 90 അല്ല ഞാൻ ആക്ച്വലി നല്ല എനിക്ക് ഐഡിയൽ വെയിറ്റ് പറഞ്ഞ ഒരു ടാർഗറ്റിലേക്ക് എനിക്ക് എത്തിക്കണമായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല. 13 കിലോ കുറയ്ക്കാനാ പറഞ്ഞത്. 10 കിലോ കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെയും തിരിച്ച് ഇവിടെ വന്ന് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും വെയിറ്റ് കൂടി. വീണ്ടും വെയിറ്റ് കൂടി. അപ്പം ഇതും കൂടെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അതൊരു മെയിൻ കാര്യം. പിന്നെ നിനക്ക് എന്താ നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറ. പിന്നെ എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള സൈഡ് ഗെയിമിങ്ങിന്റെ ഒരു സൈഡ് എന്ന് പറയുമ്പം പറയാനൊന്നും ഇല്ലെങ്കിൽ കുണം നിർത്തേണ്ടി വരും. എപ്പോ സബ്ജക്ട് തീരുന്നോ അതാണ് കുണ. മനസ്സിലായോ? അപ്പം ഇത്രയൊക്കെ തന്നെ ശരിക്കും പറഞ്ഞ ഇതൊക്കെ തന്നെ. പിന്നെ നമ്മള് അതാരും അറിയുന്നില്ല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ നമ്മള്. അല്ല പറഞ്ഞില്ല. ഈ സ്പോർട്സ് വളർന്ന കാര്യം പറഞ്ഞില്ല. ഇല്ല വളർന്നില്ലല്ലോ. ഇപ്പോഴല്ലേ വളരാൻ തുടങ്ങിയത്. അപ്പൊ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കും. ഇപ്പൊ കുഞ്ഞാണ്. അപ്പൊ അതോടെ വളർത്തിട്ട് നിർത്താം. അപ്പൊ ഈ സ്പോർട്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മെയിൻ ആയിട്ട് അതിന്റെ കുറെ എക്സാമ്പിൾസ് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. അബുദാബിയിലെ മറ്റേ ഈ സ്പോർട്സ് ഐലൻഡ് 2000 കോടിക്ക് എന്തോ മുകളിലാണ് ടാർഗറ്റ്. 2000 കോടിയല്ല, 2377 കോടി. ലെഫ്റ്റ് സൈഡിൽ ഐപാഡ് ഇരിക്കുന്ന ഇങ്ങനെ ഏറുകണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എഴുതി വെച്ചിരിക്കണത് ഇങ്ങനെ എന്താണെന്ന് ഇങ്ങനെ ഏറുകണ്ടിട്ട് നോക്കിയിട്ട് എടാ പൊടാച്ചി എടാ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ കൊണയാണ് നമ്മള്. അതേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പം നമ്മൾ പറഞ്ഞ അബുദാബിയില് ഗൈസ് ഞാൻ ദുബായിലാണ്. ദുബായ് ബേസ് ഞാൻ ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് അവിടെ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ പോകുമ്പോഴാണെങ്കിൽ പോലും ഞാൻ മറ്റേ ഗെയിമർ വിസ അതെല്ലാം ട്രൈ ചെയ്ത് ഓൾറെഡി ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്ത് വെച്ചിരിക്കും. അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ ഈ ദുബായ് ഐലൻഡും ഇതൊക്കെ ഈ സ്പോർട്സ് ഐലൻഡ് വരുമ്പം അവര് ഓവറോൾ വേൾഡിലെ കുറെ ഗെയിമിംഗ് ക്രിയേറ്റേഴ്സിനെയും ഈ സ്പോർട്സ് പ്ലേയേഴ്സിനെ ഹയർ ചെയ്യാനിരിക്കും. അവർക്കൊരു ഓഫീസ് സ്പേസ് പോലും ഉണ്ടാവും അവിടെ. അതായത് നിനക്ക് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാ, നിനക്ക് സ്ട്രീം ചെയ്യണം. നീ 4 മണി തൊട്ട് 6 മണി വരെ സ്ട്രീം ചെയ്യണം. നീ അവിടെ ചെല്ലുമ്പോൾ നിനക്കൊരു സ്ട്രീമിംഗ് സെറ്റപ്പ്, ഒരു ബെഡ്റൂം എന്നല്ല ഓഫീസ് സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. അക്കോമഡേഷൻ ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഉണ്ടായിരിക്കും ഈ സ്പോർട്സ് പ്ലേയേഴ്സിന്. എനിക്ക് തോന്നുന്നു ഓരോ ഈ സ്പോർട്സിനും ഓരോ റൂമിൽ അതൊക്കെ ഉണ്ട്. ഒരു ഐലൻഡ് തന്നെയാണ് അവർ പണിയുന്നത്. അപ്പം അത്രയും ഇൻവെസ്റ്റ്, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഗെയിം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിട്ട് 2000 കോടി ചിന്തിക്കണമെങ്കിൽ ഒരു ഐലൻഡ് ആണ് ബിൽഡ് ചെയ്യുന്നത്. ഒരു ഏരിയ അല്ലെ ഒരു വില്ല അങ്ങനല്ല ബിൽഡ് ചെയ്യുന്നത്, ഒരു ഐലൻഡ്. അത് ഇത്രയും വളർച്ച അവർക്ക് ഇത് ഫ്യൂച്ചറിൽ ഉണ്ടാകും എന്ന് ഈവൻ അംബാനി വരെ ഈ ഇടയ്ക്ക് ജിയോയുടെ ഒരു മീറ്റിംഗിൽ പറഞ്ഞതാണ്. അടുത്ത ഒരു 5 വർഷം 6 വർഷം കഴിയുമ്പോഴത്തേക്കിന് സിനിമയെക്കാളും വലിയ ഇൻഡസ്ട്രി ഗെയിമിംഗ് ആയിരിക്കും. കാരണം നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഇവിടെ എല്ലായിടത്തും BGMI ഒക്കെ ഇവന്റ് നടക്കുമ്പോഴും ആൾക്കാരുടെ ഗ്യാതറിംഗ് എത്ര പേരാ അത് കാണാൻ. നമ്മുടെ കൊച്ചിയിൽ നടന്നിരുന്നു ഈ ഇടയ്ക്ക് നമ്മളെല്ലാം പോയായിരുന്നു. അപ്പൊ അവിടെ പോലും നമ്മളെ ഒരു ലാസ്റ്റ് ദിവസത്തെ ആ ഒരു ക്രൗഡ് ഗ്യാതറിംഗ് നമ്മൾ കണ്ട അത്ര ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഫീൽഡിൽ, പ്രത്യേകിച്ച് ഈ യങ് ജനറേഷനിലുള്ള. സോ അപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും നല്ലൊരു വശവും ചീത്തൊരു വശവും ഉണ്ടാവും. അത് മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മറ്റുള്ളവരെക്കാളും അവർ ചെയ്യുന്നതിൽ ഉപരി വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ചാൽ ഏതൊരു ഫീൽഡും നമുക്ക് ഈ പറയണതുപോലെ നമുക്ക് ഒരു മോണിറ്ററി ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ്
ഇത്രേ ഉള്ളൂ. നമുക്ക് കയ്യില് സ്റ്റോക്ക് തീർന്ന് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ ടോപ്പിക്ക് മാറ്റേണ്ടി സംസാരിച്ചു തുടങ്ങിയപ്പോ ഇത്ര നേരം സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലല്ലേ. ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്ക് ഡൗട്ട് എന്താണ് 15 മിനിറ്റ് തീർക്കാന്ന്. അന്നേരം നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ചിരുന്നു പറയാൻ വേണ്ടിട്ട്. ആകെ പറയാൻ വേണ്ടി എടുത്തു വെച്ച ഒരു 5 വാക്കേ പറയാൻ വേണ്ടി എടുത്തു വെച്ചു. അതെ അതും ഇത് പറഞ്ഞതുമില്ല, ആകെ 3 വാക്കേ പറഞ്ഞതേ ഉള്ളു. അതെ അപ്പം എന്താ പറയാ, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം ഈ ഗെയിംസ് അല്ലെങ്കിൽ ഗെയിമിംഗ്, സ്ട്രീമിംഗ്, ഇ സ്പോർട്സ് ഇതിന്റെയൊക്കെ ഇൻഫ്ലുവൻസും ഇതിന്റെയൊക്കെ റോളും കൂടി വന്നോണ്ടിരിക്കുകയാണ്. ആൻഡ് അതും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അനിയനോ ചേട്ടനോ ചേച്ചിയോ ഈ പറഞ്ഞ പോലെ മക്കളോ ആരെങ്കിലും ഒക്കെ ഈ ഫീൽഡിൽ ഉണ്ടെങ്കിൽ അവരെ എൻകറേജ് ചെയ്യാനും കൂടി ട്രൈ ചെയ്യുക. മേ ബി ചിലപ്പോ അവര് ഈ ഫീൽഡ് രക്ഷപ്പെടും. മാത്രം അവരെ പറഞ്ഞ് എൻകറേജ് ചെയ്യരുത്, അവര് രക്ഷപ്പെടും. എന്നാലും ഇതിന്റെ കൂടെ പഠിത്തം കൊണ്ടുപോകേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം. ഇമ്പോർട്ടന്റ് ആണ് സത്യം പറയാലോ. ഇപ്പൊ സ്പോർട്സ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ആ ഫീൽഡില് പച്ച പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ കൂടെ ബാക്കപ്പ് ആയിട്ട് നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ എപ്പോഴും അതൊരു ഇമ്പോർട്ടൻസ് ആണ്. അത് അതിന്റെ കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അല്ലാതെ ചെയ്താൽ ഭയങ്കര ശോകമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ആൻഡ് വരുന്ന പോഡ്കാസ്റ്റുകളിലൊക്കെ നമ്മള് ഒരു ഗസ്റ്റിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. ഗസ്റ്റുകളുള്ള പോഡ്കാസ്റ്റ് ഉണ്ടാവും, ഗസ്റ്റ് ഇല്ലാത്ത പോഡ്കാസ്റ്റ് ഉണ്ടാവും, അങ്ങനത്തെ പോഡ്കാസ്റ്റ് ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ നല്ല സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ കമന്റ്സിൽ സജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്താ, പുതിയ ചാനലാണ്, സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോ വിലപ്പെട്ട ലൈക്കിലും നമുക്ക് അരി മേടിക്കാം. അതെ, നിങ്ങളുടെ ഓരോ വിലപ്പെട്ട ലൈക്കും സബും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഹോപ്പ് യു ഗൈസ് enjoyed podcast. അതെ, ഓഫർ കോണ. ഓക്കെ, അപ്പൊ ഇനിയും നല്ല നല്ല സബ്ജക്റ്റുകളിൽ ഞങ്ങൾ കുണയ്ക്കാൻ വേണ്ടിയിട്ട് വരാം. നിങ്ങൾക്ക് ഈ പറയണത് പോലെ സജഷൻസ് ഒക്കെ തരാം. പിന്നെ ഞങ്ങളൊരു പോഡ്കാസ്റ്റ് സെറ്റപ്പുകളൊക്കെ പയ്യെ ബിൽഡ് ചെയ്യാം. നമ്മുടെ സെറ്റപ്പ് വെച്ച് നമ്മളൊരു കുറച്ചാൾ പോകും. അതെ, ആൻഡ് അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ. ആൻഡ് ഇത്ര നേരം നമ്മുടെ കൊണ കേട്ടിരുന്ന അവർക്ക് എന്തായാലും ഒരു അവാർഡ് കൊടുക്കണം. അവർക്ക് അവാർഡ് കൊടുക്കണം. അതെ, അതുകൊണ്ട് ഈ വീഡിയോയിൽ പരസ്യം ഉണ്ടാവില്ല. അല്ലേലും പരസ്യമില്ല, ഇതൊക്കെ വേണം. ഇതൊക്കെ ഇങ്ങനെ സിമ്പതിയായിട്ട് മറ്റേ നമ്മള് മറ്റേ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ മേലനെങ്കിൽ ഒരു പണിയെടുക്കാത്ത ഫുണ്ടയാണ് ഇവൻ. അവനൊക്കെ മോണിറ്റൈസേഷൻ ഓഫ് ആക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇത് കണ്ടിട്ട് വേണം നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ. മനസ്സിലായോ? ഓരോ വിലപ്പെട്ട ഓരോ വിലപ്പെട്ട സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ താങ്ക് യു ഗൈസ്. നമ്മള് ഫസ്റ്റ് ടൈം പോഡ്കാസ്റ്റിന്റെ കുറച്ച് പോരായ്മകൾ കാണും. എന്തെങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ്, ഫീഡ്ബാക്സ് അതിൽ നമ്മളെല്ലാം തിരുത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ thank you so much for watching. Eagle and Kannapi signing off from Kona Podcast. Bye bye guys.